ഹലോ ഹലോ എവ്രിവൺ, എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുകയാണ്. വിംബിൾ അക്കാദമിയുടെ കീഴിലായിട്ട് നമ്മൾ ഹോസ്റ്റ് ചെയ്യുന്ന മറ്റൊരു വെബിനാറിലേക്ക് എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ കുറച്ച് സെഷനുകളിലായിട്ട് നമ്മൾ ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് വെബിനാറുകളാണ് നമ്മളിപ്പോൾ കണ്ടക്ട് ചെയ്യുന്നത്. സൈക്കോളജിയുമായി ബന്ധപ്പെട്ടും ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ടും ഒക്കെ ഒത്തിരി വെബിനാറുകൾ നമ്മൾ സംഘടിപ്പിക്കാറുണ്ട്. അതിനോടൊപ്പം തന്നെ നമുക്ക് എല്ലാവർക്കും ഏതൊരു പ്രൊഫഷണൽ ആയി കഴിഞ്ഞു കഴിഞ്ഞാലും അവർക്ക് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അതല്ലെങ്കിൽ അവരുടെ ആർജിച്ചെടുക്കേണ്ട ഒരു കഴിവ് തന്നെയാണ് നന്നായിട്ട് ലാംഗ്വേജുകൾ മാനേജ് ചെയ്യാനും ലാംഗ്വേജുകൾ ഉപയോഗിക്കാനുമുള്ള ഒരു കഴിവ് എന്ന് പറഞ്ഞാൽ. ഇപ്പൊ മലയാളം നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാൻ അറിയാം, പക്ഷെ മറ്റു ഇതര ലാംഗ്വേജുകൾ വിശേഷിച്ചും ഇന്റർനാഷണൽ ലാംഗ്വേജ് ആയിട്ടുള്ള ഇംഗ്ലീഷ് നമുക്ക് എത്രത്തോളം കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും വിചിന്തനം ചെയ്യേണ്ട ഒരു കാര്യമാണ്. എന്നാൽ നമുക്കത് അനായാസം കൈകാര്യം ചെയ്യാൻ കഴിയുമ്പോൾ നമ്മളുടെ കാപ്പബിലിറ്റിയും നമ്മളുടെ കരിയറിലും അതേപോലെ തന്നെ നമ്മുടെ സാധ്യതകളിലും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. കേരളത്തിൽ 3.5 കോടി ജനങ്ങളാണ് ഉള്ളത്. അപ്പോൾ മലയാളികളായിട്ടുള്ള ആളുകളെ നമുക്ക് കേന്ദ്രീകരിച്ച് മാത്രം മുന്നോട്ട് പോയാൽ പോരാ. അതിനേക്കാൾ അപ്പുറത്ത് ലോകത്തുള്ള 800 കോടി ജനങ്ങൾ, അത്തരം ജനങ്ങളിലേക്ക് നമ്മളെ എത്തിക്കണമെങ്കിൽ, നമ്മുടെ ആശയത്തെ എത്തിക്കണമെങ്കിൽ, നമ്മളുടെ പ്രവർത്തനങ്ങൾ എത്തിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ മലയാളം ലാംഗ്വേജ് കൊണ്ട് മാത്രം പോരാ. അതിനേക്കാൾ അപ്പുറത്ത് നമുക്ക് ലാംഗ്വേജിൽ നമുക്ക് നല്ല സ്റ്റൈലിഷ് ആയിട്ട് ഫ്ലുവൻ്റ് ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. അപ്പൊ അതിന് തീർച്ചയായിട്ടും ഈ ഒരു വെബിനാർ നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതേപോലെ തന്നെ നമ്മളുടെ ഫാക്കൽറ്റി ആയിട്ടുള്ള സക്കീർ സാർ കഴിഞ്ഞ വെബിനാർ ഇവിടെ നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ മനോഹരമായിരുന്നു. നല്ല ഒരു റെസ്പോൺസ് ആയിരുന്നു നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. സക്കീർ സാറിന്റെ കീഴിലായിട്ടാണ് നമ്മളുടെ അടുത്ത സെഷനുകൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ സെഷൻ, ആ സെഷനും അതേപോലെ തന്നെ അതിനോടനുബന്ധമായിട്ട് നമ്മൾ നടത്താനിരിക്കുന്ന 2 മാസത്തെ കോഴ്സും തീർച്ചയായിട്ടും നമ്മളിൽ നല്ലൊരു മാറ്റം ഉണ്ടാക്കും. സക്കീർ സാറെ സംബന്ധിച്ചിടത്തോളം സർട്ടിഫൈഡ് നാഷണൽ ട്രെയിനർ ആണ് JCI ഇന്ത്യയുടെ. അതേപോലെ തന്നെ കോർപ്പറേറ്റ് ഫ്ലുവൻസി ആൻഡ് ആക്സെന്റ് ബിസിനസ് കോച്ചാണ്, സൈക്കോളജിസ്റ്റ് ആണ്, ഇംഗ്ലീഷ് കോളമിസ്റ്റ് ആണ്, IELTS കോച്ചാണ്. കുറെ ഡെസിഗ്നേഷനുകൾ ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് എങ്ങനെയാണ് NLP വെച്ച് അതേപോലെ തന്നെ അതിനോടനുബന്ധമായിട്ടുള്ള സയന്റിഫിക് ആയിട്ടുള്ള പ്രോഗ്രാമുകൾ വെച്ച് നമുക്ക് എങ്ങനെയാണ് ഇംഗ്ലീഷ് അനായാസം കൈകാര്യം ചെയ്യാൻ സാധിക്കുക എന്നുള്ളതായിരിക്കും സാറിന്റെ സെഷനുകളിൽ അവതരിപ്പിക്കുക. അപ്പൊ 2 മാസത്തെ ഒരു കോഴ്സ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അത് ഓഗസ്റ്റ് 25-ാം തീയതി, അതായത് ഈ വരുന്ന തിങ്കളാഴ്ച മുതലാണ് നമ്മൾ ആരംഭിക്കുന്നത്. 2 മാസത്തെ കോഴ്സാണ്. അതിൽ 1 മാസം ക്ലാസ്സും 1 മാസം വാട്സപ്പ് സപ്പോർട്ടും എന്നുള്ളതായിരിക്കും നമ്മളുടെ ആ ഒരു ക്ലാസിന്റെ രീതി. അതേപോലെ തന്നെ തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ 3 ദിവസങ്ങളിലായിട്ട് രാത്രി 8 മുതൽ 9 വരെ സൂമിൽ ലൈവ് സെഷൻ ആയിരിക്കും. റെക്കോർഡ് അവൈലബിൾ ആയിരിക്കും. ആ രീതിയിലാണ് ക്ലാസ്സുകൾ മുന്നോട്ട് പോകുക. അതേപോലെ തന്നെ അതിന് നമ്മൾ ഓൾറെഡി ഒരു 20 അഡ്മിഷൻ ആണ് നമ്മളത് കണ്ടിട്ടുള്ളത് കേട്ടോ. ഏകദേശം അഡ്മിഷൻ നമുക്ക് ഫിൽ ആയിട്ടുണ്ട്. നമ്മളെ കഴിഞ്ഞ ഫ്രീ വെബിനാറിൽ തന്നെ 4-5 അഡ്മിഷൻ നമുക്ക് അറ്റ് ദ സെയിം ടൈമിൽ തന്നെ അഡ്മിഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ന്യൂ അഡ്മിഷൻ ഫീ 3000-ഉം അതേപോലെ തന്നെ അലുമിനി കാറ്റഗറിയിൽ 2500-ഉം എന്നുള്ള രീതിയിലാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പൊ എന്തായിരുന്നാലും ഈ ഒരു ഫ്രീ വെബിനാറും അതേപോലെ തന്നെ ഇനി സക്കീർ സാറിന്റെ കീഴിലായിട്ട് തുടർച്ചയായിട്ട് വരാനിരിക്കുന്ന വെബിനാറുകളും ഒക്കെ നമുക്ക് ഉപകരിക്കും. അതേപോലെ തന്നെ കോഴ്സിന് താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും അക്കാദമിയുമായിട്ട് ബന്ധപ്പെടുക. അപ്പൊ ഇന്നത്തെ സെഷൻ ലീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സക്കീർ സാറിനെ വളരെ സന്തോഷത്തോടെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ ഒരു സെഷൻ കേൾക്കുന്നതിന് വേണ്ടിയിട്ട്, ശ്രവിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട എല്ലാ ലേണേഴ്സിനെയും പാർട്ടിസിപ്പൻസിനെയും വളരെ ഹൃദ്യമായി ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ മൈക്ക് സാക്കിർ ഹുസൈൻ സാറിലേക്ക് ഞാൻ കൈമാറുന്നു. താങ്ക് യു സോ മച്ച്. Hi friends, happy evening everyone. Hi friends, happy evening. Happy evening, sir. ഷാഗി PS ഗുരുവായൂർ മാം ഒരു നന്ദിയുണ്ട് വീഡിയോ ഓൺ ആക്കിയതിന്.
അങ്ങനെ വീഡിയോ ഓൺ ആക്കിയിരിക്കുവാൻ താല്പര്യമുള്ളവർ ഒന്ന് വീഡിയോ ഓൺ ആക്കിയിരിക്കുക, അല്ലെങ്കിൽ എനിക്ക് ആരും ഇല്ലാത്ത പോലെയാവും. അപ്പൊ ഷാഗി മാമിനെ തന്നെ ഞാൻ എല്ലാത്തിനും ഇങ്ങനെ ചോദ്യം ചോദിക്കേണ്ടൊക്കെ വരും. കുറച്ച് കഴിയുമ്പോ മാമും കുറച്ച് കഴിയുമ്പോ വീഡിയോ ഓഫാക്കി പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് ഷാഗി മാം, ഞാൻ പറയുന്നത് ഓഡിബിൾ അല്ലേ? ഷാഗി മാം ഓഡിബിൾ ആണോ? ഓക്കെ. എന്തെങ്കിലും ഒരു ഓഡിബിലിറ്റിയിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. അപ്പോ ആശലത മാം സ്വാഗതം. പിന്നെ കുറെ പേരുണ്ട് ഇതില്, പക്ഷെ ആരും വീഡിയോ ഓൺ ആക്കുന്നില്ല. 21 പേരുണ്ട്, ഞങ്ങൾ 2-3 പേര് മാത്രമേ വീഡിയോ ഓൺ ആക്കിയിട്ടുള്ളൂ. അപ്പോ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരെയും ഞാൻ ഹാർദവുമായി എന്റെ ഈ വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ജസ്റ്റ് വെൽക്കം എവ്രി വൺ. ഐ വെൽക്കം എവ്രി വൺ. അപ്പൊ നമ്മളിങ്ങനെ ചാറ്റിന് വേണ്ടി ഇങ്ങനെ തയ്യാറായിരിക്കണം കേട്ടോ. ചാറ്റ് ബോക്സ് ഒക്കെ ഓപ്പൺ ആക്കിയിരിക്കണം. കാരണം നമ്മുടെ ക്ലാസ് എന്ന് വെച്ചാൽ കറക്റ്റ് ലൈവ് ക്ലാസ് ആണ്, ലൈവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും നിങ്ങൾ വീഡിയോ ഓൺ ആക്കുന്നില്ല എങ്കിൽ പോലും ഒന്ന് ലൈവിൽ ഉണ്ടാകണേ എന്നൊരു അഭ്യർത്ഥനയുണ്ട്. കാരണം നിങ്ങൾ ചാറ്റ് ബോക്സ് ഇങ്ങനെ റെഡിയാക്കിയിരിക്കണം, ഓപ്പൺ ആക്കി റെഡിയാക്കിയിരിക്കണം. കാരണം നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണം. നിങ്ങൾ റെസ്പോണ്ട് ചെയ്ത് നന്നായിട്ട് എനിക്കറിയാം. കഴിഞ്ഞ പ്രാവശ്യത്തെ സുനില രവി മാം ഇന്നും വീഡിയോ ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോ മാമിന് ഒരുപാട് നന്ദി. മാം കഴിഞ്ഞ വെബിനാറിൽ ഫുൾ ടൈം വീഡിയോ ഓൺ ആക്കിയിരുന്നു, അതിന് നന്ദി. പിന്നെ ആരാണ്? സർപ്ലസ് ഡ്രീമോ, പമ്പാദ സർപ്ലസ് ഡ്രീം, പേര് എഴുതിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഒരു പ്രത്യേക നന്ദി. മുഹമ്മദ് അബ്ദുള്ള സാറിന് ഒരു പ്രത്യേക നന്ദി. അബ്ദുള്ള സാർ കഴിഞ്ഞ വെബിനാറിൽ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അദ്ദേഹം വീഡിയോ ഓൺ ആക്കിയിരുന്നു, പ്രത്യേക നന്ദി. മുഹമ്മദ് എന്ന് കാണുന്നത് DXBS, അദ്ദേഹത്തിന് ഒരു പ്രത്യേക നന്ദി. എല്ലാവർക്കും. അപ്പൊ ജാസ്മിൻ എന്നൊക്കെ പറയുന്നവരൊന്നും ആരും വീഡിയോ ഓൺ ആക്കുന്നില്ല. ഓക്കെ, എന്നാലും ഇത്രയും പേര് ഇന്ന് വീഡിയോ ഓൺ ആക്കിയല്ലോ, വളരെ സന്തോഷം. അപ്പൊ നമ്മൾ സെഷൻ തുടങ്ങാൻ വേണ്ടി പോകുന്നു. ഐ വുഡ് ലൈക്ക് ടു ബിഗിൻ ദിസ് സെഷൻ വിത്ത് എ കോട്ട്. ഞാൻ ഇന്നത്തെ സെഷൻ ഒരു കോട്ടോട് കൂടിയാണ് ആരംഭിക്കുന്നത്. വണ്ടർഫുൾ കോട്ട്. ആ കോട്ട് നിങ്ങൾക്ക് വളരെ സുപരിചിതമായിരിക്കും. ആ കോട്ട് ഇതാണ്: Arise, awake and do not stop until the goal is reached. ഇത് ആരുടെ കോട്ടാണെന്ന് ആർക്കെങ്കിലും പറയാമോ? ഒന്നുകൂടി റിപ്പീറ്റ്. Arise, awake and do not stop until the goal is reached. നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാതെ നിങ്ങൾ അഥവാ ഉയർത്തെഴുന്നേൽക്കുക, ഉറക്കത്തിൽ നിന്ന് നിങ്ങൾ എഴുന്നേൽക്കുക, ഉയരുക. ഏതുവരെ? നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേരുന്നത് വരെ നിങ്ങൾ എന്ത് ചെയ്യരുത്? അവസാനിപ്പിക്കരുത്, സ്റ്റോപ്പ് ചെയ്യരുത്. Can anybody say whose quote is this? ഈ കോട്ടിന്റെ പിന്നിൽ ആരാണെന്ന് ആർക്കെങ്കിലും പറയാമോ? ഇത് വളരെ സുപരിചിതമായ ഒരു കോട്ടാണ്. Please come to the chat box, please. Come to chat box. Chat boxil നിങ്ങൾക്ക് അഥവാ മിസ്റ്റേക്സ് ഐ വെൽക്കം. നമ്മളിവിടെ ഈ ക്ലാസ്സിൽ മിസ്റ്റേക്സിനെ സ്വാഗതം ചെയ്യുന്നു. വെരി ഗുഡ്. ആൻഡ് ഷീബ മാം, വെരി ഗുഡ്. യുവർ ആൻസർ ഈസ് കറക്റ്റ്. സ്വാമി വിവേകാനന്ദയുടെ വളരെ പ്രശസ്തമായ ഒരു കോട്ടാണ്. ഈ കോട്ട് ഞാൻ നിങ്ങൾക്ക് സമർപ്പിച്ചുകൊണ്ട് സെഷൻ ആരംഭിക്കുന്നു. എന്താണ്? You don't stop until your goal is reached. നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുന്നത് വരെ നിങ്ങൾ അവസാനിപ്പിക്കരുത്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ഒരു പുതിയ ലക്ഷ്യസ്ഥാനവുമായി മുന്നോട്ട് കുതിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം നാം സംസാരിച്ചത് ഫ്ലുവൻസിയെ കുറിച്ചാണെങ്കിൽ ഈ പ്രാവശ്യം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് പ്രൊനൗൺസിയേഷനെ കുറിച്ചാണ്. ഐ റിപ്പീറ്റ്, കഴിഞ്ഞ നമ്മുടെ ക്ലാസ് ഫോക്കസ് ചെയ്തത് ഫ്ലുവൻസിയെ കുറിച്ചാണ്. ഈ ക്ലാസ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് പ്രൊനൗൺസിയേഷനെ കുറിച്ചാണ്. സ്റ്റൈലിഷ് ഇംഗ്ലീഷിനെ കുറിച്ചാണ്. അപ്പൊ സ്റ്റൈലിഷ് ഇംഗ്ലീഷ് എന്താണ്? അതെങ്ങനെ ഒരു കേരളൈറ്റായ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയുമെങ്കിൽ, സാധാരണ ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ച ഞാൻ ഇന്ന് ഇന്റർനാഷണൽ അഥവാ കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും ബിസിനസ്സുകാർക്കുമൊക്കെ പോയി ട്രെയിൻ ചെയ്യാൻ എനിക്ക് കഴിയുമെങ്കിൽ നിങ്ങൾക്കും അത് സാധ്യമാണ്. എന്നേക്കാൾ കൂടുതൽ അത് നിങ്ങൾക്ക് സാധ്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഞാൻ സ്വായത്തമാക്കിയ മാർഗങ്ങൾ, ഞാൻ എങ്ങനെയാണത് പഠിച്ചത്, എങ്ങനെ നിങ്ങൾക്കും പഠിക്കാം എന്നുള്ള
ചില ട്രിപ്സ് അഥവാ ടിപ്സ് ആണ്, വളരെ പ്രശസ്തമായ ചില സീക്രട്സ് ആണ് ഞാൻ നിങ്ങളുമായി ഇന്ന് വിശകലനം ചെയ്യാൻ, ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ അത് ഇൻട്രസ്റ്റഡ് ആണോ അല്ലയോ എന്നറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. യെസ് ആണെങ്കിൽ, ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ യെസ് എന്ന് ചാറ്റ് ചെയ്യുക. ഇനി ഇൻട്രസ്റ്റഡ് അല്ലെങ്കിൽ എൻ എന്ന് ചാറ്റ് ചെയ്യുക. വൈ ഓർ നോ, പ്ലീസ് കം ടു ചാറ്റ് ബോക്സ്. ഒന്ന് ചാറ്റ് ബോക്സിലേക്ക് വരൂ. യെസ്, സദന മാം ഇൻട്രസ്റ്റഡ് ആണ്, സുനില രവി മാം ഇൻട്രസ്റ്റഡ് ആണ്, ഹഫ്സത്ത് മാം ഇൻട്രസ്റ്റഡ് ആണ്, അഥവാ യഹീഷ് സർ ഇൻട്രസ്റ്റഡ് ആണ്, മുഹമ്മദ് അബ്ദുള്ള സർ ഇൻട്രസ്റ്റഡ് ആണ്, ടിൻസി ജോസഫ് മാം ഇൻട്രസ്റ്റഡ് ആണ്. Everyone is interested. Yes, very good. Arya ma'am, Pramila ma'am, and Seena ma'am. Yes, very good. Thank you very much for that. Thank you very much. ഇതൊരു വലിയ ഒരു കടമ്പയല്ല. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ഒരു പ്രയാസമായിരുന്നു. ഞാനൊക്കെ ഒരു ഇന്റർനാഷണൽ ലെവലിലൊക്കെ പോയി ഇത് സാധനം ചെയ്യാൻ എനിക്ക് കഴിയുമോ എന്നൊക്കെ എനിക്ക് തന്നെ വല്ലാത്ത ഒരു പ്രയാസം തോന്നിയിരുന്നു. ഇതൊരു സ്വപ്നമാണോ എന്നൊക്കെ ഞാൻ വിചാരിച്ച സംഭവത്തെ വളരെ സിമ്പിളായി കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിഞ്ഞു ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട്. താങ്ക് ഗോഡ്. ദൈവത്തിന് നന്ദി പറയുന്നു. താങ്ക് ഗോഡ്, താങ്ക് ഗോഡ്. വി സബ്മിറ്റ് എവറിത്തിങ് ടു അവർ ലോർഡ്. എല്ലാം ദൈവത്തിന് സമർപ്പിക്കുന്നു. ദൈവത്തിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് അത് സാധ്യമാക്കാൻ കഴിഞ്ഞു. എനിക്ക് സാധ്യമാക്കാൻ കഴിഞ്ഞുവെങ്കിൽ അത് നിങ്ങൾക്കും സാധ്യമാണ്. അതുകൊണ്ട് എന്റെ കോട്ടോട് കൂടി നമ്മൾ ആരംഭിച്ചു. സ്വാമി വിവേകാനന്ദന്റെ കോട്ടാണ്. അപ്പൊ നിങ്ങൾ ഈ സെഷനിലേക്ക് അറ്റൻഡ് ചെയ്യുമ്പോൾ ഈ കോട്ട് നിങ്ങൾ മറക്കരുത്. എന്താണ്? അറൈസ്, awake and do not stop until the goal is reached. നിങ്ങൾക്ക് ഇംഗ്ലീഷ് പ്രൊനൗൺസിയേഷൻ ഇംപ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഈ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേരുന്നത് വരെ നിങ്ങൾ എന്ത് ചെയ്യരുത്? അവസാനിപ്പിക്കരുത്, സ്റ്റോപ്പ് ചെയ്യരുത്. ഇതെന്റെ റിക്വസ്റ്റ് ആണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഒരു ചെറിയ 2 ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഈ സെഷൻ ആരംഭിക്കുന്നു. എന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട്സ് യുവർ കറന്റ് ഫ്ലുവൻസി ലെവൽ ഔട്ട് ഓഫ് 10? 10ൽ നിങ്ങൾ 10ൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള കഴിവിനെ 10ൽ മാർക്ക് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ 10ൽ എത്ര മാർക്ക് കൊടുക്കും? എല്ലാവരും ഒന്ന് ചാറ്റ് ബോക്സിലേക്ക് വരൂ. ഔട്ട് ഓഫ് 10, 10ൽ നിങ്ങളുടെ ഫ്ലുവൻസിക്ക് നിങ്ങൾ എത്ര മാർക്ക് കൊടുക്കുമെന്നറിയാൻ എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. 5 എന്ന് പറയുന്നുണ്ട് ഒരുപാട് വ്യക്തികൾ. 5 എന്ന് പറയുന്നുണ്ട്. അഥവാ മേ ബി 6 എന്ന് പറയുന്നുണ്ട്. അഥവാ വെരി ഗുഡ് 5 എന്ന് പറയുന്നുണ്ട്, 6 എന്ന് പറയുന്നുണ്ട്, 3 എന്ന് പറയുന്നുണ്ട്, അഥവാ 5 എന്ന് പറയുന്നുണ്ട്. മിക്കവാറും 5 ആണ്. ഒരാൾ മാത്രമേ 6 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എല്ലാവരും ഒന്ന് ചാറ്റ് ബോക്സിലേക്ക് വന്നാൽ നന്നായിരിക്കും. എല്ലാവരും ഒന്ന് ചാറ്റ് ബോക്സിലേക്ക്. എനിക്കത് അറിയാൻ ആഗ്രഹമുള്ളത് കൊണ്ടാണ്. അതിനനുസരിച്ച് നമ്മുടെ മൊഡ്യൂളിൽ മാറ്റം വരുത്താൻ വേണ്ടിയാണ് കേട്ടോ. ഇനി നിങ്ങളുടെ ആൻസർ അറിയിച്ച എല്ലാവർക്കും, ടൈപ്പ് ചെയ്ത, ചാറ്റ് ചെയ്ത എല്ലാവർക്കും നന്ദി. അഥവാ ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒന്നുകൂടി വ്യത്യസ്തമായ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ എന്ന് പറയാൻ പാടില്ല എന്നാണ് അഥവാ നമ്മളെ പഠിപ്പിച്ച ഡാനിയൽ ജോൺസ്, എന്താണ് ഇംഗ്ലീഷ് പ്രൊനൗൺസിംഗ് ഡിക്ഷണറി എഴുതിയ ഡാനിയൽ ജോൺസ് പറയുന്ന ക്വസ്റ്റ്യൻ എന്നല്ല, കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ക്വസ്റ്റ്യൻ എന്നാണ്. ക്വസ്റ്റ്യൻ നമ്മൾ അതിലേക്ക് വരുന്നുണ്ട്. എന്റെ രണ്ടാമത്തെ ചോദ്യം ഇതാണ്. ഹൗ വുഡ് യു റേറ്റ് യുവർ കറന്റ് പ്രൊനൗൺസിയേഷൻ ഓൺ എ സ്കെയിൽ ഓഫ് 1 to 10? ഇപ്പോഴത്തെ നിങ്ങളുടെ പ്രൊനൗൺസിയേഷന് ആകെ 10ൽ നിങ്ങളുടെ പ്രൊനൗൺസിയേഷൻ നിങ്ങൾ എത്ര മാർക്ക് കൊടുക്കും? 10ൽ നിങ്ങൾ ഇപ്പോൾ സംസാരിക്കുന്ന പ്രൊനൗൺസിയേഷന് 10ൽ നിങ്ങൾ എത്ര മാർക്ക് കൊടുക്കും ഇപ്പോൾ? യെസ്, 4 എന്ന് കാണുന്നു, 3 എന്ന് കാണുന്നു, 4 എന്ന് കാണുന്നു. ഒന്നും എല്ലാവരും ചാറ്റ് ബോക്സിലേക്ക് വന്നാൽ വളരെ ഉപകാരമായിരിക്കും. യെസ്, 4, 3, 4, 3, 4, 2, 4. യെസ്, സുമാ ബൈജുമേ 4 എന്ന് പറയുന്നുണ്ട്. അഥവാ മിക്കവാറും 3, 4, അനസ് 4 എന്ന് പറയുന്നുണ്ട്. സോ 3, 4. അപ്പൊ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. അഥവാ നിങ്ങൾ ഫ്ലുവൻസിയെക്കാളും നിങ്ങൾക്ക് പ്രൊനൗൺസിയേഷനിൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് ലെവൽ കുറവാണ് എന്ന് എനിക്ക് മനസ്സിലായി. I repeat, if compared to your fluency, your pronunciation level is not up to mark. You believe that, you feel that. നിങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങളുടെ പ്രൊനൗൺസിയേഷൻ ലെവൽ
അഥവാ പോരാ, നിങ്ങളുടെ പ്രൊനൗൺസിയേഷൻ ലെവൽ ഇംപ്രൂവ് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. അതാണ് നിങ്ങളുടെ ഈ മാർക്കിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. വെരി ഗുഡ്, താങ്ക് യു വെരി മച്ച് ഫോർ ദാറ്റ്, താങ്ക് യു വെരി മച്ച്. അഥവാ ഇനിയും നിങ്ങൾക്ക് മാർക്ക് കൊടുക്കാനുള്ളവർക്ക് ഇനിയും മാർക്ക് കൊടുത്തുകൊണ്ടേ ഇരിക്കാം കേട്ടോ. അഥവാ എനിക്ക് ഇഷ്ടമാണ് മാർക്ക് കൊടുക്കുമ്പോൾ നിങ്ങളുടെ ആ മാർക്കിംഗ് ലെവൽ അറിയാൻ എനിക്ക് ഇഷ്ടമാണ്. ഒരു ചോദ്യം കൂടി ഞാൻ ചോദിച്ചുകൊണ്ട് നമ്മുടെ PPT-യിലേക്ക് കിടക്കാം. ഒരു ചോദ്യം കൂടി ചോദിച്ചുകൊണ്ട് ഞാൻ അഥവാ നിങ്ങളുടെ ആ PPT ഞാൻ ഒന്ന് ഷെയർ ചെയ്യാം. അഥവാ PPT ഞാൻ ഒന്ന് ഷെയർ ചെയ്യാം. പ്ലീസ് വെയിറ്റ് ഫോർ ദാറ്റ്. എന്റെ മൂന്നാമത്തെ നിങ്ങളോട് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ്. നമ്മുടെ സ്ക്രീനിലുണ്ട്. മൂന്നാമത് ചോദിക്കാനുള്ള ചോദ്യം സ്ക്രീനിലുണ്ട്. എല്ലാവരും ഒന്ന് ചോദ്യത്തിലേക്ക് വന്നേ. വിച്ച് ആക്സെന്റ്, മൂന്നാമത്തെ ചോദ്യം ഇതാണ്. വിച്ച് ആക്സെന്റ് ഈസ് റെഫേർഡ് ടു? The international or standard English accent is useful for global communication, business, teaching and media at present. ഇന്ന് നിലവിലുള്ള ആക്സെന്റിൽ, പ്രൊനൗൺസിയേഷനിൽ ഏതാണ് ഇന്റർനാഷണലി സ്റ്റാൻഡേർഡ് ആക്സെന്റ് എന്ന് അറിയപ്പെടുന്ന ആക്സെന്റ് ഏതാണ്? ആർക്ക് പറയാം ഉത്തരം? ഇന്ന് അറിയപ്പെടുന്ന ഉച്ചാരണത്തിൽ, ആക്സെന്റ് എന്ന് പറഞ്ഞാൽ പ്രൊനൗൺസിയേഷനിൽ ഏതാണ് ലോകം ഇന്ന്? ഞാൻ കറണ്ട് സിറ്റുവേഷൻ ആണ് സംസാരിക്കുന്നത്. ഇന്റർനെറ്റിന്റെ ആവിർഭാവത്തിന് ശേഷം, ആഫ്റ്റർ എമേർജിംഗ് ഇന്റർനെറ്റ്, ഇതിന് ശേഷം ഒരു പുതിയൊരു ആക്സെന്റ് ഇപ്പോൾ നാം യൂണിവേഴ്സലി ഉപയോഗിക്കുന്നുണ്ട്. മൈ ക്വസ്റ്റ്യൻ, ഏതാണ് ആ ആക്സെന്റിന്റെ പേര്? പ്ലീസ് കം ടു ചാറ്റ് ബോക്സ്. എന്താണ് ആ ആക്സെന്റിന്റെ പേര്? പ്ലീസ് കം ടു ചാറ്റ് ബോക്സ്. ബ്രിട്ടീഷ് ആക്സെന്റ് എന്ന് കാണുന്നുണ്ട്. ബ്രിട്ടീഷ് ആക്സെന്റ് എന്നാണ് മിക്കവാറും എഴുതിയിരിക്കുന്നത്. ബ്രിട്ടീഷ് ആക്സെന്റ്. മറ്റുള്ളവരൊക്കെ ഒന്ന് വരൂ, ഒന്ന് ചാറ്റ് ബോക്സിലേക്ക് വരൂ പ്ലീസ്. ഞങ്ങളെ ഒന്ന് സഹായിക്കൂ പ്ലീസ്. എന്നെ ഒന്ന് സഹായിക്കൂ പ്ലീസ്. അഥവാ നമുക്കിത് രസകരമാക്കണമെങ്കിൽ നിങ്ങളുടെ സാന്നിധ്യം അനിവാര്യമാണ്. അമേരിക്കൻ എന്ന് പറയുന്നുണ്ട്. വിനയ സാജ് കുമാർ സർ പറയുന്നു അമേരിക്കൻ എന്ന് പറയുന്നുണ്ട്. ബ്രിട്ടീഷ് എന്ന് പറയുന്നുണ്ട്. ബാക്കിയുള്ളവരുടെ അഭിപ്രായം അറിയാൻ ആഗ്രഹിക്കുന്നു. 3-4 പേര് മാത്രമേ ഇപ്പോൾ റെസ്പോണ്ട് ചെയ്തിട്ടുള്ളൂ. ബ്രിട്ടീഷ്, BBC, ബ്രിട്ടീഷ് ആക്സെന്റ്. ബാക്കിയുള്ളവരൊന്ന് ചാറ്റ് ബോക്സിലേക്ക് വരൂ പ്ലീസ്. ഞങ്ങളെ സഹായിക്കൂ പ്ലീസ്. എന്നെ ഒന്ന് സഹായിക്കൂ പ്ലീസ്. ചാറ്റ് ബോക്സിലേക്ക് വരൂ. ഏത് ആക്സെന്റ് ആണ് ഇന്ന് ഇന്റർനാഷണലി ആക്സെപ്റ്റബിൾ ആയിരിക്കുന്ന പ്രൊനൗൺസിയേഷൻ ഏതാണ്? Nobody is coming to. Yes, American. Speed up ആവട്ടെ. American, British. Okay, very good. അഥവാ ഫ്രഞ്ച് ഇല്ല, ഫ്രഞ്ച് അങ്ങനെ ഒരു പ്രൊനൗൺസിയേഷൻ ഇല്ല. ബ്രിട്ടീഷ്. വെരി ഗുഡ്. നിങ്ങളുടെ അഥവാ ആൻസർ ചാറ്റ് ബോക്സിൽ ആക്റ്റീവ് ആയവർക്കൊക്കെ അഥവാ ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. ചാറ്റ് ബോക്സിൽ അഥവാ ആക്റ്റീവ് ആയവർക്കൊക്കെ ഒരിക്കൽ കൂടി നന്ദി അർപ്പിക്കുന്നു. അഥവാ ഇതിന്റെ ആൻസർ മൈ ഡിയർ ഫ്രണ്ട്സ് ബ്രിട്ടീഷ് അല്ല, അമേരിക്കൻ അല്ല. പകരം കറക്റ്റ് ആൻസർ ഞാൻ ഇപ്പോ നമ്മുടെ സ്ക്രീനിൽ കാണിച്ചു തരാം. ഒന്ന് സ്ക്രീനിലേക്ക് നോക്കൂ. ന്യൂട്രൽ ഗ്ലോബൽ ആക്സെന്റ്. ഇതാണ് ഒരു കഴിഞ്ഞ 10 വർഷമായി, ഏകദേശം ഒരു 10-15 ഒക്കെ വർഷമായിട്ടുണ്ടാകും. ഇന്ന് ലോകത്തിൽ അംഗീകരിക്കുന്ന ഉച്ചാരണത്തിന്റെ ശൈലി എന്ന് പറയുന്നത് ന്യൂട്രൽ ഗ്ലോബൽ ആക്സെന്റ് ആണ്. എന്താണ് ന്യൂട്രൽ ആക്സെന്റ് എന്ന് പറഞ്ഞാൽ? ഒന്ന് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അത് ബ്രിട്ടീഷിന്റെ ആധിപത്യം, ബ്രിട്ടീഷ് ആക്സെന്റിന്റെ 60% ഇൻഫ്ലുവൻസും അമേരിക്കൻ ഇംഗ്ലീഷിന്റെ ഈ 40% ഇൻഫ്ലുവൻസും കൂടിച്ചേർന്ന ആക്സെന്റിന്റെ പേരാണ് ന്യൂട്രൽ ആക്സെന്റ്. ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്താണ് ന്യൂട്രൽ ആക്സെന്റ് എന്ന് പറഞ്ഞാൽ? അഥവാ ക്ലിയർ ആയവർ ഒന്ന് ചാറ്റ് ബോക്സിൽ സി എന്ന് ഒന്ന് ടൈപ്പ് ചെയ്യൂ പ്ലീസ്. സി ക്ലിയർ ആണെങ്കിൽ. ഇനി ക്ലിയർ അല്ലെങ്കിൽ NC, നോട്ട് ക്ലിയർ, NC ഒന്ന് ടൈപ്പ് ചെയ്യൂ പ്ലീസ്. ക്ലിയർ അല്ലെങ്കിൽ ഞാൻ പറയുന്ന ന്യൂട്രൽ ആക്സെന്റ് എന്ന് പറഞ്ഞാൽ 60% ബ്രിട്ടീഷ്, 40% അമേരിക്കൻ.
എന്ന് വെച്ചാൽ നാം ഇന്ത്യയിലും വേൾഡിലും ഗ്ലോബൽ ലെവലിൽ ഇപ്പോൾ ഉപയോഗിക്കുന്ന ആക്സെന്റ് യഥാർത്ഥത്തിൽ ന്യൂട്രൽ ആക്സെന്റ് ആണ്. അതായത് വീണ്ടും ഞാൻ ഒന്ന് പറയുന്നു, 60% BBC ബ്രിട്ടീഷ് ആക്സെന്റിന്റെയും 40% അമേരിക്കൻ ആക്സെന്റിന്റെയും കൊളാബറേഷന്റെ പേരാണ് ന്യൂട്രൽ ഗ്ലോബൽ ആക്സെന്റ്. എന്ന് വെച്ചാൽ നമ്മുടെ മംഗ്ലീഷ് എന്നുള്ളത് ഞാൻ ഒരു തെറ്റായിട്ട് പറയുന്നതല്ല, കളിയാക്കുന്ന വിധമേ അല്ല, അങ്ങനെ വിചാരിക്കരുത് കേട്ടോ. കാരണം അങ്ങനെ കളിയാക്കാനുള്ള നോളജ് ഒന്നും എനിക്കില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ മലയാളികൾ സംസാരിക്കുമ്പോൾ നമ്മുടെ മാതൃഭാഷയുടെ സ്വാധീനം ഉപയോഗിച്ച്, മലയാളത്തിന്റെ സ്വാധീനം ഉപയോഗിച്ച് ഇംഗ്ലീഷ് പറയുന്നു. അത് ഒരിക്കലും ന്യൂട്രൽ ഗ്ലോബൽ ആക്സെന്റിൽ ഉൾപ്പെടില്ല. ന്യൂട്രൽ ഗ്ലോബൽ ആക്സെന്റിൽ ഉൾപ്പെടണമെങ്കിൽ അത് ഫോറിൻ ആക്സെന്റ് ആയിട്ട് തന്നെ നാം ഉപയോഗിക്കേണ്ടതുണ്ട്, ഫോറിൻ ആക്സെന്റ് ആയിട്ട് തന്നെ നാം പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആക്സെന്റ് നിങ്ങൾ പഠിച്ചേ തീരൂ. എന്തുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണമെന്നറിയോ? ഒരുപാട് ഉദാഹരണങ്ങൾ എന്റെ മുൻപിൽ ഉണ്ടെങ്കിലും ഒരേ ഒരു ഉദാഹരണം പെട്ടെന്ന് മനസ്സിലാക്കുന്ന വിധം, നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാവുന്ന വിധം ഞാൻ പറഞ്ഞു തരാം. ഇന്ന് അഥവാ MNC ലെവൽ, മൾട്ടിനാഷണൽ കോർപ്പറേഷൻ ഓർ കമ്പനീസ് ലെവൽ ജോബ് ആഗ്രഹിക്കുന്നവരോ, കോർപ്പറേറ്റ് ലെവൽ ജോബ് ആഗ്രഹിക്കുന്നവരോ, അബ്രോഡ് വിദേശത്ത് ജോലിക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരോ ഒക്കെ, അതായത് കേരളത്തിൽ തന്നെ, ഇന്ത്യയിൽ തന്നെ ഉന്നതമായ ഒരു പ്രൊഫഷണൽ സ്ഥാനം ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഒരു പോസ്റ്റ് ആഗ്രഹിക്കുന്നുവെങ്കിൽ, അവിടെ നടക്കുന്ന ഇന്റർവ്യൂസ് മുഴുവനും ഈ ന്യൂട്രൽ ഗ്ലോബൽ ആക്സെന്റിലാണ് ഇന്റർവ്യൂ ബോർഡ് ചോദ്യം ചോദിക്കുക. എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഞാൻ 1-2 ഇന്റർവ്യൂ ബോർഡ് മെമ്പറാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ പല കമ്പനികളും ഹയർ ചെയ്യാറുണ്ട്. ഇന്റർവ്യൂ നടക്കുന്ന സമയത്ത് അവർ നമ്മളോട് പറയുന്നു, കാൻഡിഡേറ്റിന്റെ ലാംഗ്വേജ് ഫ്ലുവൻസി മാത്രം നോക്കിയാൽ മതി. ഐ റിപ്പീറ്റ്, ആ കാൻഡിഡേറ്റിന് ക്വാളിഫിക്കേഷൻ ഉണ്ട്. നമ്മുടെ കേരളത്തിലെ നമ്മുടെ മക്കൾ ഇപ്പൊ ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും ഒക്കെ കഴിഞ്ഞ നമ്മുടെ മക്കൾ, MBA അല്ലെങ്കിൽ അതുപോലെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഒക്കെ കഴിഞ്ഞ നമ്മുടെ മക്കൾ ഹൈലി നോളജബിൾ ആണ്. അവരുടെ ആറ്റിറ്റ്യൂഡ്, സ്കിൽ, നോളജ് ഒക്കെ വളരെ പോസിറ്റീവ് ആണ്. പക്ഷേ അവരോടൊന്ന് ആക്സെന്റ് ട്വിസ്റ്റ് ചെയ്ത് ചോദിച്ചാൽ, ആക്സെന്റ് ഒന്ന് സ്പീഡിൽ ചോദിച്ചാൽ, ട്വിസ്റ്റ് ചെയ്ത് ചോദിച്ചാൽ അവർക്ക് ആൻസർ ലഭിക്കത്തില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അത്ഭുതം തോന്നിയ ഒരു അവസ്ഥ നിങ്ങളുമായി ഷെയർ ചെയ്യുകയാണ്. എന്താണെന്നറിയുമോ? ഈ നോർത്ത് ഇന്ത്യൻസ് അറ്റൻഡ് ചെയ്യുന്ന ഇന്റർവ്യൂസിൽ, എസ്പെഷ്യലി ഉയർന്ന CBSE സ്കൂളുകളിൽ ടീച്ചേഴ്സ് പോസ്റ്റും വൈസ് പ്രിൻസിപ്പൽ പോസ്റ്റിലേക്കൊക്കെ നോർത്ത് ഇന്ത്യൻസ് വന്ന് അറ്റൻഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായും ആ പോസ്റ്റ് അവർക്കാണ് പോകുന്നത്. ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ആളുകൾക്കാണ് ക്വാളിഫിക്കേഷൻ കൂടുതലുള്ളത്, നമ്മുടെ ആളുകൾക്കാണ് നോളജ് കൂടുതലുള്ളത്. പക്ഷേ അവർ ഒരിക്കലും ഈ സ്റ്റൈലിഷ് ഇംഗ്ലീഷ് സംസാരിക്കുന്നത് വളരെ അപൂർവമായി മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇല്ല എന്നല്ലാട്ടോ ഞാൻ പറയുന്നത്, അപൂർവമായി മാത്രമേ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് ഈ കോഴ്സ് നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും, പ്രൊഫഷണൽ ട്രെയിനേഴ്സ് ആകാൻ ആഗ്രഹിക്കുന്നവർക്കും, സൈക്കോളജിസ്റ്റിനും, ടീച്ചേഴ്സിനും, സ്റ്റുഡൻസിനും എല്ലാവർക്കും ഈ ആക്സെന്റ് വളരെ ഉപകാരമായിരിക്കുമെന്ന് ഞാൻ ആമുഖമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇനി ഈ ആക്സെന്റിന്റെ ചില പ്രത്യേകതകൾ പറയാം. ഇറ്റ് ഈസ് നോട്ട് സ്ട്രോങ്ലി ബ്രിട്ടീഷ്, അമേരിക്കൻ ഓർ ഓസ്ട്രേലിയൻ. അഥവാ ഇറ്റ് അവോയ്ഡ്സ് ലോക്കൽ മദർ ടങ് ഇൻഫ്ലുവൻസ്. മാതൃഭാഷയുടെ സ്വാധീനമില്ലാതെ ഇംഗ്ലീഷ് സംസാരിക്കണം. ഇനി ഇത് സ്റ്റാൻഡേർഡ് ഒരു മാർഗമാണ്, സ്റ്റാൻഡേർഡ് ആൻഡ് ആക്സെപ്റ്റഡ് വേ. ഇനി ഫോക്കസ് ഈസ് ഓൺ, ഇതിന്റെ ഫോക്കസ് ചെയ്യുന്നത്, ന്യൂട്രൽ ആക്സെന്റ് ഫോക്കസ് ചെയ്യുന്നത് ക്ലാരിറ്റി, കറക്റ്റ്നെസ് ആൻഡ് സ്മാർട്ട് rather than copying a particular foreign accent. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു പ്രത്യേക ഫോറിൻ ആക്സെന്റ് ഇങ്ങനെ കോപ്പി ചെയ്യുന്നതിനേക്കാളും, അതായത് ഗ്ലോബലി ആക്സെപ്റ്റഡ് ആയിരിക്കുന്ന ഒരു ആക്സെന്റ് നിലവിൽ വേണമെന്ന് ഇന്റർനെറ്റിന്റെ ആവിർഭാവത്തോടു കൂടി ഈ വെസ്റ്റേൺ വേൾഡ് ചിന്തിക്കുകയും അങ്ങനെയാണ് ഒരു കൊളാബ് ചെയ്തുകൊണ്ട് ബ്രിട്ടീഷ്, അമേരിക്കൻ അതുപോലുള്ള ആക്സെന്റിനെ കൊളാബ് ചെയ്തുകൊണ്ട് ഒരു പുതിയൊരു ആക്സെന്റ് ഡെവലപ്പ് ചെയ്യാൻ കാരണം, അത് കൂടുതൽ ഇൻഫോർമേഷൻ നമുക്ക് എന്റെ ക്ലാസ്സുകളിലൂടെ നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യം എന്താണ്? ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം.
ന്യൂട്രൽ ഗ്ലോബൽ ആക്സെന്റ് ആണ് ഇന്ന് ഏറ്റവും കൂടുതൽ യൂണിവേഴ്സലി ആക്സെപ്റ്റഡ് ആയിരിക്കുന്ന ആക്സെന്റ് എന്ന് പറയുന്നത്. ആക്സെന്റ് എന്ന് പറഞ്ഞാൽ ഉച്ചാരണം എന്ന് തൽക്കാലം ഓർത്താൽ മതി. ആക്സെന്റിന് വ്യത്യാസമുണ്ട്, അത് പിന്നീട് പറയാൻ വരുന്ന നിമിഷങ്ങളിൽ ഞാൻ അത് പറയുന്നതാണ്. ഇതിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇവിടെ എഴുതിയിരിക്കുന്ന രണ്ടാമത്തെ പോയിന്റ് ആണ്. എന്താണ് രണ്ടാമത്തെ പോയിന്റ്? മാതൃഭാഷ സ്വാധീനമില്ലാതെ ഇംഗ്ലീഷ് പറയുക. മാതൃഭാഷയുടെ സ്വാധീനമില്ലാതെ ആർക്ക് ഇംഗ്ലീഷ് പറയാൻ പറ്റും? അവർക്കൊക്കെ ന്യൂട്രൽ ആക്സെന്റ് ഡെവലപ്പ് ചെയ്യാൻ എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞതനുസരിച്ച് നമുക്ക് 3 തരം ആക്സെന്റുകൾ ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. വി ഹാവ് 3 ടൈപ്പ് ഓഫ് ആക്സെന്റ്. ഒന്നാമത്തെ ആക്സെന്റ് ബ്രിട്ടീഷ്, നിങ്ങൾ പറഞ്ഞു, കറക്റ്റ് ആണ്. രണ്ടാമത്തെ ആക്സെന്റ് അമേരിക്കൻ, നിങ്ങൾ പറഞ്ഞു, കറക്റ്റ് ആണ്. മൂന്നാമത്തെ ആക്സെന്റ് എന്ന് പറയുന്നത് ന്യൂട്രൽ ഗ്ലോബൽ ആക്സെന്റ്. ന്യൂട്രൽ ഗ്ലോബൽ ആക്സെന്റ്, ഈ ആക്സെന്റ് ആണ് ഗ്ലോബലി ആക്സെപ്റ്റഡ് ആയിരിക്കുന്ന ആക്സെന്റ് എന്ന് പറയുന്നത്. ഇന്റർനാഷണൽ ലെവലിൽ ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ ആക്സെന്റ് ആണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇനി ഞാൻ ആക്സെന്റിനെ കുറിച്ച് കുറച്ച് ഇൻട്രൊഡക്ഷൻ മാത്രമേ ഈ വെബിനാറിൽ ഉദ്ദേശിക്കുന്നുള്ളൂ. നിങ്ങൾ സ്ക്രീനിലേക്ക് ഒന്നുകൂടി നോക്കുക. അഥവാ ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് ഹാവ്, ഇംഗ്ലീഷ് അക്ഷരമാലകൾക്ക് എത്ര അക്ഷരങ്ങൾ ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്? എത്ര അക്ഷരങ്ങളാണ് ഇംഗ്ലീഷ് ആൽഫബറ്റ്സിൽ ഉള്ളത്? 26 ലെറ്റേഴ്സ് അല്ലെ? 26 ലെറ്റേഴ്സ്. 26 ലെറ്റേഴ്സിന് ഇംഗ്ലീഷ് ഉച്ചാരണത്തിൽ എത്ര സൗണ്ട്സ് ഉണ്ട്? സ്ക്രീനിൽ എഴുതിയിട്ടുണ്ട്, 44 ശബ്ദമുണ്ട്. നോക്കൂ, 26 letters are used to indicate 44 sounds. 26 letters are used to indicate 44 sounds. അതായത് നമ്മുടെ സ്കൂളിലും കോളേജിലും ഈ 44 ശബ്ദങ്ങൾ നിങ്ങളെ ആരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സിൽ യെസ് എന്ന് എഴുതുക, ഇല്ലെങ്കിൽ നോ എന്ന് എഴുതുക. എനിക്ക് അറിയാൻ ഭയങ്കര ഒരു ആഗ്രഹമുണ്ട്. നിങ്ങൾ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിച്ചവരില്ലേ? എന്റെ മുൻപിൽ ഇരിക്കുന്ന ഹൈലി എഡ്യൂക്കേറ്റഡ് പേഴ്സൺ സുമാ ബൈജു മാം കൃത്യമായിട്ട് പറഞ്ഞു നോ, നോ, നോ. കാരണം എല്ലാവരും മിക്കവരും പറയുന്നു. ഒന്ന് ചാറ്റ് ബോക്സിലേക്ക് വരൂ പ്ലീസ് മൈ ഡിയർ ഫ്രണ്ട്സ്. ജസ്ന ഹാരിസ് പറയുന്നു നോ, നോ, നോ. ഒന്ന് പ്ലീസ് ചാറ്റ് ബോക്സിലേക്ക് വരൂ. യെസ്. ചാക്കോ സർ പറയുന്നു നോ, അനസ് സർ പറയുന്നു നോ, ഗീത മാം പറയുന്നു നോ, ഹഫ്സത്ത് മാം പറയുന്നു നോ. മിക്കവരും പറയുന്നു. ഒന്ന് ചാറ്റ് ബോക്സിലേക്ക് ഒന്നുകൂടി വരാമോ മൈ ഡിയർ ഫ്രണ്ട്സ്? കുറച്ചു പേര് മാത്രമേ ആക്റ്റീവ് ഉള്ളൂ. ബാക്കിയുള്ളവരെല്ലാം ഇത് ഓൺ ചെയ്ത് വെച്ചിട്ട് എന്തോ ഒക്കെ അടുക്കളയിൽ പണിയെടുക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ ഭക്ഷണത്തിന്റെ ഒക്കെ സമയമല്ലേ, അപ്പൊ അതുകൊണ്ട് ഇത് ഓൺ ചെയ്ത് വെക്കും. അങ്ങനെ നിങ്ങൾ വരുമ്പോൾ ഇതിന്റെ യൂസ് ഉപയോഗിക്കാൻ കഴിയില്ല, ഇതുകൊണ്ട് യൂസ്ഫുൾ ആവില്ല. പ്ലീസ് കം ടു ചാറ്റ് ബോക്സ്. നോ, 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 നോ. വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നോ, നോ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. അഥവാ റെസ്പോണ്ട് ചെയ്തവർക്ക് വീണ്ടും ഒരുപാട് നന്ദി. അതായത് 44 ശബ്ദങ്ങൾ. നിങ്ങൾക്കറിയോ, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ മെയിനായി പഠിക്കുന്നവർക്ക് മാത്രമേ ഈ 44 ശബ്ദങ്ങളെ പഠിപ്പിക്കത്തുള്ളൂ. അവരെ പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്ന, ഞങ്ങൾ ഗസ്റ്റ് ലെക്ചർ നടത്തുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു റെഫറൻസ് ആണ് ഈ കാണിക്കുന്നത്. എന്താണ്? ഇംഗ്ലീഷ് പ്രൊനൗൺസിംഗ് ഡിക്ഷണറി. ഇംഗ്ലീഷ് പ്രൊനൗൺസിംഗ് ഡിക്ഷണറി ബൈ ഡോക്ടർ ഡാനിയൽ ജോൺസ്. കണ്ട, ഞാൻ നിങ്ങളെ കാണിച്ചിരിക്കുന്ന ഈ ഡിക്ഷണറി ഉപയോഗിച്ച് വേണം ഇംഗ്ലീഷ് പ്രൊനൗൺസ് ചെയ്യാൻ. ഇംഗ്ലീഷ് പ്രൊനൗൺസിംഗ് ഡിക്ഷണറി ബൈ ഡാനിയൽ ജോൺസ്. ഡാനിയൽ ജോൺസ് എന്ന ഇംഗ്ലീഷുകാരനാണ് ആദ്യമായി ഈ ഡിക്ഷണറി കമ്പൈൽ ചെയ്തത്. ഡാനിയൽ ജോൺസ് എന്ന ഇംഗ്ലീഷുകാരനാണ് ഈ ഡിക്ഷണറി കമ്പൈൽ ചെയ്തത്. ഈ ഡിക്ഷണറി ഉപയോഗിച്ചു വേണം നിങ്ങൾ വാക്കുകളെ ഉപയോഗിക്കുവാൻ. എന്റെ ചോദ്യം ഇതാണ്, നാം ജീവിതത്തിൽ എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഷാഗി മാം ചിരിക്കുന്നുണ്ട്, സന്തോഷമായി. ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഈ ഡാനിയൽ ജോൺസിന്റെ ഈ ഡിക്ഷണറി ഉപയോഗിച്ച് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സിൽ യെസ് എന്ന് പറയൂ, അല്ലെങ്കിൽ ഒന്ന് നോ എന്ന് പറയൂ പ്ലീസ്. എനിക്കറിയാനുള്ള ആഗ്രഹം കൊണ്ടാണ് പ്ലീസ്. എനിക്ക് വല്ലാത്തൊരു ആഗ്രഹമുള്ളത് കൊണ്ടാണ് പ്ലീസ്. എന്നിട്ടേ ഞാൻ ഇനി PPT ഒക്കെ ഷെയർ ചെയ്യുന്നുള്ളൂ. നിങ്ങൾ എല്ലാവരും ഇനി അഥവാ ചാറ്റ് ബോക്സിലൊക്കെ വന്നാൽ മാത്രമേ ഞാൻ ഇനി PPT ഷെയർ ചെയ്യുന്നുള്ളൂ.
മിക്ക ആളുകളും അഥവാ ഈ വരുന്നില്ല. യെസ് ഈ വരുന്ന നമ്മളെ ഏറ്റവും നല്ല സുഹൃത്തുക്കളൊക്കെ ഇപ്പോഴും ആക്റ്റീവാണ്. അല്ലാത്തവർ ഇപ്പോഴും ഇങ്ങനെ ഒളിച്ചിരിക്കുകയാണ്. നോ. വെരി ഗുഡ്. ചാക്കോ സാർ, ഗീത മാം പറയുന്നു, അനസ് സാർ പറയുന്നു നോ. ഇനി ആരും വരുന്നില്ലേ? ചാറ്റ് ബോക്സിലേക്ക് ആരും വരുന്നില്ലേ? പ്ലീസ് കം ടു ചാറ്റ് ബോക്സ്. മുഹമ്മദ് അബ്ദുള്ള സർ, നോ. യതീഷ് സർ, പുതിയ ആളുകളൊക്കെ വരുന്നുണ്ട്. യതീഷ് സർ, വെൽക്കം. ഉഷ മാം അയച്ചില്ലേ? അയക്കൂ, വെറുതെ ചാറ്റ് ബോക്സിലേക്ക് നോ എന്ന് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. എന്നാൽ നിങ്ങൾക്ക് അറിയാത്ത ഒരു പുതിയ ഇൻഫോർമേഷൻ എന്നിൽ നിന്ന് കിട്ടല്ലേ? ആ സമയത്ത് നിങ്ങൾ സന്തോഷത്തോടെ സ്വീകരിക്കുമ്പോൾ ഉള്ള എന്റെ സന്തോഷം ഒരു ഭയങ്കരമല്ലേ? അപ്പൊ വാ, എന്റെ സക്കീന മാം ഇല്ലല്ലോ, ചാറ്റ് ബോക്സിലേക്ക് വന്നല്ലോ. ആശാലത മാം, ഷീബ മാം, ഓക്കെ. ഉഷ മാം, യെസ്, നോ. അപ്പൊ യെസ് എന്ന് എനിക്ക് ഇതിൽ നിന്ന് കാണാൻ കഴിയില്ല. നിങ്ങൾ സത്യം പറയുകയും ചെയ്തു. സന്തോഷമുണ്ട്. സത്യം പറഞ്ഞതിൽ സന്തോഷമുണ്ട്. എങ്കിൽ മൈ ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് എന്താണ് പറ്റിയത് എന്ന് നോക്കാം. ഇതിന്റെ സൊല്യൂഷൻ പറയണ്ടേ? ഞാൻ സൊല്യൂഷനും പറഞ്ഞുതരാം. എന്താണ് നമുക്ക് പറ്റിയത്? എന്താ പറ്റിയത്? ഞാനൊരു കോട്ട് പറയാം. ആ കോട്ടിൽ ആൻസർ ഉണ്ട്. കേൾക്കണേ, ശ്രദ്ധാപൂർവം കേൾക്കണേ. നിങ്ങൾ ശ്രദ്ധാപൂർവം എന്നെ കേൾക്കുന്നുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ആ കോട്ട് പറയാം. We listen half, understand quarter and talk double. I repeat, we listen half. നാം പകുതി കേൾക്കുന്നു. Understand quarter, കാൽഭാഗം മനസ്സിലാക്കുന്നു. And talk double, ഇരട്ടി സംസാരിക്കുന്നു. ഇതാണ് ഇതിന് കാരണം. പിന്നെ നമ്മുടെ സ്കൂളിലും കോളേജുകളിലും നമ്മളെ പഠിപ്പിച്ച ടീച്ചേഴ്സിനെ കുറ്റപ്പെടുത്താൻ പാടില്ല കേട്ടോ. ദേ ആർ വെരി ഗുഡ്. നമ്മളെ ഗുരുക്കന്മാരാണ്. അവരെ നമ്മൾ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ നമ്മൾ കുറ്റപ്പെടുത്തേണ്ടത് ഈ സിസ്റ്റത്തെയാണ്. നിങ്ങൾ എന്നോട് യോജിക്കുന്നുണ്ടോ? യെസ് ഓർ നോ? ഒന്ന് ചാറ്റ് ബോക്സിൽ വന്ന് ഞാൻ പറയുന്നു, നമ്മുടെ ടീച്ചേഴ്സിനെ ഒരിക്കലും കുറ്റപ്പെടുത്താൻ കഴിയില്ല. ദേ ആർ വെരി ഗുഡ്. നമ്മൾ ഗുരുക്കന്മാരാണ് അവർ. പക്ഷേ നാം കുറ്റപ്പെടുത്തേണ്ടത് ഈ സിസ്റ്റത്തെയാണ്. ഈ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷനെയാണ് നമ്മൾ തിരുത്തി കുറിക്കേണ്ടത്. ഇന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞു, സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ ഏകദേശം 22 വർഷം പിന്നിലാണ് നമ്മുടെ സിസ്റ്റം. 22 വർഷം പിന്നിലാണ്. അത് നമുക്ക് അഥവാ വേറൊരു വെബിനാറിൽ ദൈവം സഹായിച്ച് പിന്നീട് പറയാം. കാരണം അത് ഞാൻ വേറൊരു വെബിനാറിൽ അത് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഇപ്പോ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്താണ്? നമ്മുടെ ലിസണിങ് ചെയ്യിപ്പിച്ചില്ല. നമുക്ക് പ്രൊനൗൺസിയേഷൻ നമ്മളെ പഠിപ്പിച്ചില്ല. പകരം നമ്മളെ ഗ്രാമർ എന്ന് പറഞ്ഞ ഒരു വില്ലൻ വരുന്നുണ്ട്. ഗ്രാമർ എന്നൊരു വില്ലനാണ് എന്ന് പറഞ്ഞുകൊണ്ട് കുറെ പ്രിപ്പോസിഷനും കൺജക്ഷനും കുറെ പഠിപ്പിച്ച് അവസാനം ലാംഗ്വേജ് ഇല്ല, ഗ്രാമറും ഇല്ലാത്ത ഒരു അവസ്ഥാവിശേഷമായി നമുക്ക്. ഇതാണ് നമ്മുടെ നിലവിലുള്ള സിസ്റ്റം. മൈ ഡിയർ ഫ്രണ്ട്സ്, നമുക്കിതിനെ തിരുത്തി കുറിക്കുവാൻ ഞാൻ തയ്യാറാണ്. നിങ്ങൾ എന്നോടൊപ്പം ഒന്ന് ജോയിൻ ചെയ്താൽ, നിങ്ങൾ എന്നോടൊപ്പം ഒന്ന് ആഞ്ഞു പിടിച്ചാൽ, നമുക്ക് എല്ലാവർക്കും ഈ സിസ്റ്റത്തെ ഒന്ന് മാറ്റിമറിക്കാം. ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ എന്നെ ശ്രവിക്കുന്ന 23ഓളം പാർട്ടിസിപ്പൻസ് ഇവിടെയുണ്ട്. 23ഓളം പാർട്ടിസിപ്പൻസിനെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ സിസ്റ്റത്തെ മാറ്റിമറിക്കാൻ സ്വാഗതം ചെയ്യുന്നു. ഇനി ഞാൻ നിങ്ങളോട് വീണ്ടും ചോദിക്കുന്നു, ഈ സിസ്റ്റം എങ്ങനെയാണ് ഇംപ്രൂവ് ചെയ്യേണ്ടത് എന്ന് ഞാൻ പറയാം. ഹൗ ടു ഇംപ്രൂവ് ദ സിസ്റ്റം. ഈ സിസ്റ്റത്തെ നമുക്ക് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം, എങ്ങനെ പ്രൊനൗൺസിയേഷൻ ഇംപ്രൂവ് ചെയ്യാം എന്ന് ഞാൻ പറയാം. ഈ പ്രൊനൗൺസിയേഷൻ നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്നെ ശ്രദ്ധാപൂർവ്വം നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ, ഫോണിറ്റിക്സ് എന്ന് പറഞ്ഞ ഉച്ചാരണ ശാസ്ത്രം പഠിക്കണം. കൂടാതെ 44 ശബ്ദങ്ങൾ നമ്മൾ നമ്മുടെ ത്രോട്ടിൽ നിന്നാണ് ഇംഗ്ലീഷ് സൗണ്ട് വരേണ്ടത്. ഈ ത്രോട്ടിൽ നിന്നും ഉച്ചരിപ്പിച്ച് നമ്മളെ കറക്റ്റ് ചെയ്യിപ്പിക്കണം. ഈ സിസ്റ്റമാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. നമ്മളെ കൊണ്ട് ഇത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നില്ല. നമ്മളെ കൊണ്ട് പ്രൊനൗൺസിയേഷൻ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നില്ല. ഞാൻ ചില ഉദാഹരണങ്ങളിലൂടെ ഞാൻ നിങ്ങളെ
വേണമെങ്കിൽ വ്യക്തമാക്കി തരാം. ചില ഉദാഹരണങ്ങളിലൂടെ ഞാൻ നിങ്ങൾക്ക് അത് മനസ്സിലാക്കി തരാം. നിങ്ങൾ എന്റെ ശ്രദ്ധാപൂർവം കേൾക്കുകയാണെങ്കിൽ ഞാൻ ചില ഉദാഹരണങ്ങളിലൂടെ നിങ്ങൾക്ക് അത് കേൾപ്പിച്ചു തരാം. നമ്മൾ ഇപ്പോൾ ഉച്ചരിക്കുന്നതിന്റെ അഥവാ വലിയൊരു പ്രയാസം നിങ്ങൾ ഇപ്പൊ ഞാൻ കേൾപ്പിച്ചു തരാം, ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. വലിയൊരു പ്രയാസത്തിലാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു തരാം. അഥവാ നമ്മൾ ഇപ്പോൾ ഉച്ചരിച്ചു കൊണ്ടിരിക്കുന്ന രീതിയുടെ പ്രയാസം ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. പ്ലീസ് കം ടു മീ. എന്നോടൊപ്പം നിങ്ങൾ ഇപ്പൊ വരൂ. ഒന്ന് നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കിയേ. ഈ പ്രൊനൗൺസിയേഷൻ, ഇത് ഉച്ചാരണത്തിൽ ഇംഗ്ലീഷിന്റെ ഫോണിറ്റിക് സിമ്പൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഫോണിറ്റിക് സിമ്പൽ ഉപയോഗിച്ചുകൊണ്ട്, അതായത് 44 ഇംഗ്ലീഷ് 26 അക്ഷരങ്ങൾക്ക് 44 ശബ്ദമുണ്ടെന്ന് പറഞ്ഞില്ലേ? ആ 44 ശബ്ദം ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഇങ്ങനെ എഴുതാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊനൗൺസിയേഷൻ ഗ്ലോബലി ആക്സെപ്റ്റബിൾ ആകും, അല്ലെങ്കിൽ മംഗ്ലീഷ് ആകും. ഇത് ആർക്കെങ്കിലും വായിച്ചാൽ മനസ്സിലാകോ? ഒന്ന് ചാറ്റ് ബോക്സിലേക്ക് വരൂ പ്ലീസ്. ഇത് ആർക്കെങ്കിലും വായിച്ചാൽ മനസ്സിലാകും എന്നുള്ളവർ ഒന്ന് ചാറ്റ് ബോക്സിലേക്ക് വരൂ. എന്താണ് ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത്? അല്ലെങ്കിൽ രണ്ടാമത്തത് കാണിച്ചു തരാം. മൂന്നാമത്തത്, നാലാമത്തത്, അഞ്ചാമത്തത്. ഈ 5 എണ്ണത്തിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലാക്കിയ സെന്റൻസ് ഒന്ന് കറക്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാൻ പറ്റോ? പ്ലീസ്. ഇനി നിങ്ങൾക്ക് പറ്റില്ല എങ്കിൽ നോ. യെസ്, കുഴപ്പമില്ല, ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരാം, ഹെൽപ്പ് ചെയ്യാം, കുഴപ്പമില്ല. ഇല്ല, ഇതിന് കാരണം നോ എന്നാണ് ചാറ്റ് ബോക്സിലേക്ക് വരുന്നത്. നമ്മൾ ഇത് തീരാനുള്ളത് കൊണ്ട് ഞാൻ ഇത്തിരി സ്പീഡിലേക്ക് പോകുന്നു. ഇത് എഴുതിയിരിക്കുന്നത് ഒന്നാമത്തത് ഹൗ യു എന്നാണ്. ഹൗ യു നോക്കൂ, നമ്മുടെ മംഗ്ലീഷ് പ്രൊനൗൺസിയേഷൻ എന്താണ്? ഹൗ ആർ യു. ഇതിന്റെ റൈറ്റ് പ്രൊനൗൺസിയേഷൻ നോക്കിയേ. Have you. ഇനി രണ്ടാമത്, what's the time now? Why are you here? And I don't know. നമ്മൾ പറയാ I don't know. ഇങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. ഈ സാധനമൊക്കെ അഥവാ നമ്മള് ഫോറിനേഴ്സിനോടോ മറ്റുള്ള ഉയർന്ന എഡ്യൂക്കേറ്റഡ് പേഴ്സൺസിനോട് പറഞ്ഞാലൊന്നും അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല നമ്മളൊന്നും. ലാസ്റ്റ് വൺ, let's speak English. കണ്ടാ, ഇംഗ്ലീഷ്. നമ്മൾ ഇപ്പോഴും ഇംഗ്ലീഷ് എന്ന് പറയുന്നത് അറിയോ? ഇംഗ്ലീഷിന്റെ പ്രൊനൗൺസിയേഷൻ ഇംഗ്ലീഷ്. നോക്കേ, ഉച്ചാരണത്തിലെ സ്ട്രെസ് നോക്കേ, അഥവാ സിലബിൾ സ്ട്രെസ് നോക്കേ. ഇംഗ്ലീഷ്. ലെറ്റ് സ്പീക്ക് ഇംഗ്ലീഷ്. നമ്മൾ പറയുന്നത് ലെറ്റ് us സ്പീക്ക് ഇംഗ്ലീഷ്. നോക്കേ, ഇപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിന്റെ ആൻസേഴ്സ് ഒന്ന് നോക്കേ. ഇങ്ങനെ എഴുതുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. നോക്കൂ, ഹൗ ആർ യു, റോങ് പ്രൊനൗൺസിയേഷൻ. ഹൗ യു, ആർ സൈലന്റ് ആണ്. ഹൗ യു. വാട്ട്സ് ദി ടൈം നൗ? വൈ ആർ യു ഹിയർ? ഐ നൗ. ലെറ്റ്സ് സ്പീക്ക് ഇംഗ്ലീഷ്. ഇതാണ് ന്യൂട്രൽ ആക്സന്റ് രീതി. ഇത് അറിയണമെങ്കിൽ 44 ശബ്ദവും അതിന്റെ ഉച്ചാരണ രീതിയും നമ്മുടെ ത്രോട്ട് ഓപ്പൺ ആക്കുന്ന രീതിയും പ്രാക്ടീസും കറക്ഷൻസും ഒക്കെ നടന്നാൽ മാത്രമേ ഈ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആകത്തുള്ളൂ. ഇതാണ് നമ്മൾ നിലവിൽ സ്കൂളുകളിലും കോളേജുകളിലുമൊക്കെ, ഞാൻ എല്ലാവരെയും കുറ്റപ്പെടുത്തുന്നില്ല കേട്ടോ, ഞാൻ നോർമലി പറയാണ്, അഥവാ അങ്ങനെ വ്യത്യസ്തമായി പഠിപ്പിക്കുന്ന ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളൊക്കെ എനിക്കറിയാം, ചില CBSE സ്കൂളുകളൊക്കെ എനിക്കറിയാം. നമ്മൾ അവിടെ ടീച്ചേഴ്സിനെ ട്രെയിൻ ചെയ്ത് കൊടുക്കാറുണ്ട്. അവർ വ്യത്യാസപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞത് നമ്മുടെ മഹാഭൂരിപക്ഷം നമ്മുടെ സാധാരണ മക്കൾ പഠിക്കുന്നത് ഈ പബ്ലിക് സ്കൂളുകളിലാണ്, അഥവാ സ്റ്റേറ്റ് സ്കൂളുകളിലാണ്. ആ മക്കൾക്ക് ഇത് ലഭിക്കുന്നില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ്. യെസ് ഓർ നോ? നിങ്ങൾ എന്നോട് യോജിക്കുന്നുവോ? യെസ് ഓർ നോ? പ്ലീസ് കം ടു ചാറ്റ് ബോക്സ്. നിങ്ങൾ എന്നോട് യോജിക്കുന്നുവോ? നമ്മളെ സാധാരണ അഥവാ മക്കൾ പഠിക്കുന്ന സ്കൂളുകളിൽ ഇത് എത്തുന്നില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായ കാര്യമാണ്. നിങ്ങൾ എന്നോട് യോജിക്കുന്നുവോ ഇല്ലയോ? യെസ് ഓർ നോ? യെസ് ആണെങ്കിൽ വൈ, നോ ആണെങ്കിൽ നോ. പ്ലീസ് കം ടു ചാറ്റ് ബോക്സ്. പ്ലീസ് ബി ആക്റ്റീവ് ഇൻ ചാറ്റ് ബോക്സ്. പ്ലീസ് ബി ആക്റ്റീവ് ഇൻ ചാറ്റ് ബോക്സ്. യെസ് താങ്ക് യു. ഒരുപാട് പേർ.
അഥവാ യെസ് 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 എഴുതിയിട്ടുണ്ട്. യെസ്, താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. നിങ്ങളുടെ ഈ സപ്പോർട്ടാണ് എന്നെ ഇങ്ങനെ പറയിപ്പിക്കുവാൻ, കൂടുതൽ ഇൻസ്പിരേഷനോടുകൂടി പറയിപ്പിക്കുവാൻ എന്നെ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഇപ്രകാരമുള്ള ഈ ചാറ്റ് ആണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു വെരി മച്ച് ഫോർ ദാറ്റ്. നമ്മൾ വീണ്ടും മുന്നോട്ട് പോകുന്നു. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞ ഒരു റിമൈൻഡർ ഒന്നുകൂടി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. റിമൈൻഡർ എന്താ? റിമൈൻഡർ ഞാൻ നിങ്ങളോട് പറഞ്ഞു എങ്ങനെ ഫ്ലുവന്റ് ആകാം. ഞാൻ കഴിഞ്ഞ വെബിനാറിൽ പറഞ്ഞത് എങ്ങനെ ഫ്ലുവന്റ് ആകാം എന്നുള്ളതാണ്. ഫ്ലുവന്റ് ആകാൻ വേണ്ടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചത് 5 സീക്രട്സ് ആണ്. ഐ സബ്മിറ്റഡ് 5 സീക്രട്സ് ബിഫോർ യു മൈ ഡിയർ ഫ്രണ്ട്സ്. ഡു യു റിമെമ്പർ ദാറ്റ്? നമ്പർ 1, മൈൻഡ് സെറ്റ് മാറ്റുക. വേർഡ് പവർ പഠിക്കുന്ന രീതി മാറ്റുക. വിഷ്വലൈസേഷൻ ടെക്നിക്സ് ഉപയോഗിക്കുക. ലിസണിങ്ങിന് പ്രാധാന്യം കൊടുക്കുക. പ്രാക്ടീസ് എന്നുള്ളത് ഒരു ജീവവായുവിനെ പോലെ നിങ്ങൾ നിലനിർത്തുക. ഇതാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എങ്ങനെ ഫ്ലുവന്റ് ആകാം എന്നുള്ളത് പറഞ്ഞത്. ഒന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു. മൈൻഡ് സെറ്റ് പോസിറ്റീവ് ആക്കുക. നിങ്ങൾ മിസ്റ്റേക്സ് വരുത്തൂ മൈ ഡിയർ ഫ്രണ്ട്സ്. എന്റെ സെഷനിൽ എന്റെ സ്റ്റുഡൻസിനോട് ഞാൻ പറയാറുള്ളത്, മൈ ഡിയർ ഫ്രണ്ട്സ്, യു മേക്ക് മിസ്റ്റേക്സ്. നിങ്ങൾക്ക് മിസ്റ്റേക്സ് വരുത്താനുള്ള ഒരു പ്ലാറ്റ്ഫോമാണിത്. എന്റെ സ്റ്റുഡൻസിനോട് പറയും, നമ്മുടെ ക്ലാസ് അങ്ങനെയാണ്. നിങ്ങളുടെ മിസ്റ്റേക്സിനെ കറക്റ്റ് ചെയ്യുന്ന രീതിയാണ്, കറക്റ്റ് ചെയ്യുന്ന ഉത്തരവാദിത്തമാണ് ഒരു ട്രെയിനർക്കുള്ളത്. അതുകൊണ്ട് ഞാൻ എന്റെ പാർട്ടിസിപ്പൻസിനോട് പറയും, നിങ്ങൾ മണ്ടത്തരം വിളിച്ചു കൂവൂ ഇംഗ്ലീഷിൽ, ഞാൻ കറക്റ്റ് ചെയ്തോളാം. അവിടെ നിന്നാണ് മൈൻഡ് സെറ്റ് മാറുന്നത്. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് വേർഡ് പവർ പഠിക്കാൻ തുടങ്ങും. വേർഡ് പവർ പഠിക്കുന്ന ശാസ്ത്രീയമായ രീതി ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ, ഞാനത് ആവർത്തിക്കുന്നില്ല. മൂന്നാമത്, വിഷ്വലൈസേഷൻ ടെക്നിക്സ് എന്ന മനഃശാസ്ത്രത്തിന്റെ ആ വിഷ്വലൈസേഷൻ ടെക്നിക്സ് ഉപയോഗിച്ചുകൊണ്ട് വേണം വേർഡ് പവർ പഠിക്കുവാനും ലാംഗ്വേജ് ക്രാഫ്റ്റ് ചെയ്യുവാനും. 4, ലിസണിങ് ഇല്ലാതെ ഒരിക്കലും, ഇപ്പൊ തന്നെ പറഞ്ഞില്ലേ, നോം ചോംസ്കി പറഞ്ഞില്ലേ, അഥവാ വി ലിസൺ ഹാഫ്, നാം പകുതി കേൾക്കുന്നു. അണ്ടർസ്റ്റാൻഡ് ക്വാർട്ടർ, കാൽഭാഗം മനസ്സിലാക്കുന്നു. ആൻഡ് ടോക്ക് ഡബിൾ, ഇരട്ടി സംസാരിക്കുന്നു. നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും ലിസണിങ് പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇന്റർവ്യൂ നടക്കുന്ന സമയത്ത് നമ്മുടെ പാർട്ടിസിപ്പൻസിനെ മനസ്സിലാക്കാത്തത്. അവർ വെസ്റ്റേൺ ആക്സെന്റിൽ പറയുമ്പോൾ നമ്മുടെ പാർട്ടിസിപ്പൻസിനെ മനസ്സിലാക്കാത്തത് അതുകൊണ്ടാണ്. ഇനി പ്രാക്ടീസ് പ്രാക്ടീസ് പ്രാക്ടീസ്, ബിക്കോസ് പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ്. പ്രാക്ടീസ് ഇല്ലാതെ ഒരിക്കലും നിങ്ങൾ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്തു എന്നുള്ളത് കൊണ്ട് ഫ്ലുവന്റ് ആവില്ല കേട്ടോ. ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്തുകൊണ്ട് ഫ്ലുവന്റ് ആവില്ല. ഐ റിപ്പീറ്റ്, നിങ്ങൾ കൃത്യമായി പ്രാക്ടീസ് ചെയ്താൽ നിങ്ങളെ ഞാൻ ഫ്ലുവന്റ് ആക്കി തരാം വിതിൻ 1 month. ഐ അഷ്വർ യു ദ ഫാക്ട്, ഐ ഗ്യാരണ്ടി യു ദ ഫാക്ട് മൈ ഡിയർ ഫ്രണ്ട്സ്. കാരണം ഞാൻ 10 ദിവസം കൊണ്ട് സാധാരണ വ്യക്തികളെ ഫ്ലുവന്റ് ആക്കുന്ന, ഓഫ്ലൈനിൽ ഫ്ലുവന്റ് ആക്കുന്ന വ്യക്തിയാണ് ഞാൻ നിങ്ങൾക്ക് പറയുന്നു, ഈ ഓൺലൈനിൽ 1 month കൊണ്ട് ഐ അഷ്വർ യു ദാറ്റ് യു വിൽ ബി ഫ്ലുവന്റ് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ്. നിങ്ങൾ ഫ്ലുവന്റ് ആയി സംസാരിക്കും. ഇതാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ 5 സീക്രട്സ്. അത് ഞാൻ വിശദീകരിക്കുന്നില്ല ഇനി. ഇതാണ് ഞാൻ പറഞ്ഞ ഫോണിറ്റിക്സ്. എന്താണ് ഫോണിറ്റിക്സ് എന്ന് പറഞ്ഞാൽ കൂടുതൽ വിശദീകരിക്കുന്നില്ല. പ്രൊനൗൺസിയേഷന്റെ, ഉച്ചാരണത്തിന്റെ ആക്യുറസി, കൃത്യത, സോഴ്സ് റിലയബിലിറ്റി, മദർ ടങ് ഇൻഫ്ലുവൻസ്, മാതൃഭാഷയുടെ സ്വാധീനം, ഇഫക്റ്റീവ് ലിസണിംഗ്, ഭാഷയുടെ അഥവാ കേൾവി. ഈ 4 സാധനമാണ് ഫോണിറ്റിക്സിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. നോം ചോംസ്കിയുടെ അവസാനത്തെ സെന്റൻസ് അതിലുണ്ട്, ഒന്ന് വായിച്ചേ. ഇഫക്റ്റീവ് ലിസണിംഗ് ഇസ് എ ഫൗണ്ടേഷൻ ഓഫ് ഫ്ലുവൻസി ഇൻ എനി ഫോറിൻ ലാംഗ്വേജ്. നിങ്ങളുടെ ഒരു വിദേശ ഭാഷ പഠിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ലിസണിംഗിലേക്കാണ്. നമുക്ക് നഷ്ടപ്പെടുന്നതും ലിസണിംഗ് ആണ്. അതുകൊണ്ട് മൈ ഡിയർ ഫ്രണ്ട്സ്, മാതൃഭാഷയുടെ സ്വാധീനം, MTI എന്ന് പറയും. മദർ ടങ് എന്ന് പറഞ്ഞാൽ മാതൃഭാഷ, ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ സ്വാധീനം. മാതൃഭാഷയുടെ സ്വാധീനമാണ് നമ്മുടെ പ്രൊനൗൺസിയേഷൻ മോശമാകാൻ കാരണമെന്നാണ് അതികായനായ ഇന്ന് ജീവിച്ചിരിക്കുന്ന ലിംഗ്വിസ്റ്റിക് പ്രൊഫസർ ഫ്രം ഹാർവാർഡ് യൂണിവേഴ്സിറ്റി ഓഫ് അമേരിക്ക ഡോക്ടർ നോം ചോംസ്കി പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ക്ലാസ്സിൽ ഇതിനുള്ള സൊല്യൂഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ ക്ലാസ് റൂമിൽ അഥവാ ചെയ്യുന്ന പ്രാക്ടീസ് ചെയ്യുന്ന രീതിയാണ് എങ്ങനെയൊക്കെ നമുക്ക് ഇത് ചെയ്യാം എന്നുള്ളത് ഞാൻ നിങ്ങളെ ചില എക്സസൈസിലൂടെയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. ഒന്നാമത്, ആക്സെന്റിലേക്ക് പോകുമ്പോൾ, ആക്സെന്റിനെ കുറിച്ച് വിശദീകരിക്കുമ്പോൾ മൈ ഡിയർ ഫ്രണ്ട്സ്, ആക്സെന്റ് എന്താണ് എന്ന് ഞാൻ ഇതുവരെ പറഞ്ഞില്ല. ഞാൻ ഈ സ്ക്രീനിൽ എഴുതിയിട്ടുണ്ട്, അഥവാ സ്ലൈഡിലുണ്ട് ആക്സെന്റ് എന്താണെന്ന്. ആക്സെന്റ് എന്ന് പറഞ്ഞാൽ
which refers to the way someone pronouncing words which can show where they are, what language they speak natively or foreign their social educational background. There are two main types of accent. അഥവാ ആക്സെന്റ് എന്ന് പറഞ്ഞാൽ അഥവാ നമ്മുടെ അഥവാ വ്യക്തമായിട്ട് പച്ച മലയാളം പറഞ്ഞാൽ കോഴിക്കോടുകാർ സംസാരിക്കുന്ന മലയാളം അത് മലയാളത്തിന്റെ ഒരു ആക്സെന്റ് ആണ്. കോട്ടയം മറ്റൊരു മലയാളം, അത് കോട്ടയം മലയാളത്തിന്റെ മറ്റൊരു ആക്സെന്റ് ആണ്. തൃശൂർ മറ്റൊരു ആക്സെന്റ് ആണ്. ഇങ്ങനെ വ്യത്യസ്തമായി നമ്മുടെ മാതൃഭാഷയിൽ ഉള്ളതുപോലെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ വ്യത്യസ്തമായി സംസാരിക്കുന്ന രീതിയുടെ പേരാണ് ആക്സെന്റ്. ഇംഗ്ലീഷിൽ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് രണ്ട് തരം ആക്സെന്റേ ഉള്ളൂ. ഒന്ന് റീജിയണൽ ആക്സെന്റ്, രണ്ട് ഫോറിൻ ആക്സെന്റ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ബ്രിട്ടീഷും അമേരിക്കനും ഒക്കെ ഫോറിൻ ആക്സെന്റ് ആണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം റീജിയണൽ ആക്സെന്റ് എന്ന് പറയുന്നത് മലയാളമാണ്. നമ്മുടെ ഇംഗ്ലീഷ് നമുക്ക് ഫോറിൻ ആക്സെന്റ് ആണ്. അതുകൊണ്ട് ആക്സെന്റ് എന്ന് പറഞ്ഞാൽ നാം എങ്ങനെ സംസാരിക്കുന്നു എന്നുള്ളതിനെയാണ് ആക്സെന്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. ഐ റിപ്പീറ്റ്, നാം ഹൗ ടു പ്രൊനൗൺസ്, എങ്ങനെ പ്രൊനൗൺസ് ചെയ്യുന്നു, അതാണ് ആക്സെന്റ്. ഇപ്പൊ ഞാൻ ചിലൊരു ഉദാഹരണം പറഞ്ഞുതരാം. അഥവാ നിങ്ങൾക്ക് രസകരമായി നിങ്ങൾ ഇതിനെ ഒന്ന് കാണണം, രസകരമായി കാണണം പ്ലീസ്. ഇതെങ്ങനെയാണ് ഉച്ചരിക്കുന്നത് എന്ന് ആർക്കെങ്കിലും അൺമ്യൂട്ട് ചെയ്ത് പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്ത് പറയാനുള്ള അവസരം ഇവിടെയുണ്ട്. ഈ ലെറ്ററിനെ നമ്മൾ എങ്ങനെയാണ് ഉച്ചരിക്കുന്നത്? ഇതിന്റെ ഞാൻ ആ വ്യത്യസ്തത ഇപ്പൊ കാണിച്ചു തരാം. പറഞ്ഞോളൂ സാർ. ആരാ നേരത്തെ പറഞ്ഞത്? പറഞ്ഞോളൂ, ഞാൻ കേട്ടില്ല. ഇനി രണ്ടാമത്തെ സൗണ്ട് നോക്കേ, രണ്ടാമത്തെ സൗണ്ട്. മൂന്നാമത്തെ വേർഡ് നോക്കേ, ഇതിന്റെ ഉച്ചാരണത്തിന്റെ വൈകല്യം ഇപ്പൊ കാണിച്ചു തരാം. ആറാമത്തെ നോക്കേ, ഇത് നമ്മുടെ ഉച്ചാരണവും യഥാർത്ഥ ന്യൂട്രൽ ആക്സെന്റിന്റെ ഉച്ചാരണം നമ്മൾ വ്യത്യാസം ഇപ്പൊ കാണിച്ചു തരാം. ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ? ഒന്ന് നമ്മൾ പറയും എച്ച്. എന്താ ഈ എച്ച് എന്ന് പറയാൻ കാരണം? നോക്കേ, എച്ച് എന്ന് പറയാൻ കാരണം നമ്മുടെ ഈ മൗത്ത് ജിംനാസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ അഥവാ പ്രൊനൗൺസിയേഷന്റെ ഓർഗൻസ് എന്ന് പറയുന്ന ത്രോട്ട്, ടങ്, ലിപ്പ് എക്സെട്ര, ഇത് ഒന്നും കറക്റ്റ് ത്രോട്ടിൽ നിന്നല്ല നമ്മുടെ സൗണ്ട് വരുന്നത്. അതുകൊണ്ട് നമ്മൾ എച്ച് എന്ന് പറയും. റോങ്. നമ്മൾ പറയും ഡബ്ല്യു. ഇതെങ്ങനെയെന്നറിയൂ ഡബ്ല്യു ആയത്? ഇത് രസകരമായ ഒരു സംഭവമാണ്. ഡബ്ല്യു എന്നാണ് നമ്മൾ ആളുകൾ പറയുന്നത്. ഡബ്ല്യു എങ്ങനെയാണെന്നറിയോ ഡബ്ല്യു ആയത്? ഡബ്ല്യു എന്ന് പറയേണ്ടത് എന്ന് പറഞ്ഞ് ഡബ്ല്യു ആയി. ഡബ്ല്യു എന്നാണ് അതിന്റെ ലെറ്ററിന്റെ പ്രൊനൗൺസിയേഷൻ, ഡബ്ല്യു. പക്ഷെ നമ്മൾ പറഞ്ഞു എന്തായി? ഡബ്ല്യു. ഇനി ടോർട്ടോയിസ്, ആമ, ടോർട്ടോയിസ് റോങ്. അതിന്റെ പ്രൊനൗൺസിയേഷൻ നോക്കിയേ, ടട്സ്. ഇനി ഹോട്ടലിന്റെ പ്രൊനൗൺസിയേഷൻ നോക്കിയേ, ഹോട്ടൽ. ഐ ആം ഗോയിങ് ടു എ ഹോട്ടൽ. റോങ്. ഹോട്ടൽ. നോക്കിയേ, ഹോട്ടൽ. ഇനി ഫാദറിന്റെ പ്രൊനൗൺസിയേഷൻ നമ്മൾ എന്താ പറയാ? ഫാദർ. നമ്മൾ ഇങ്ങനെ കൂടുതൽ ഉച്ചരിക്കും. ഫാദർ, മദർ, സിസ്റ്റർ. ഇങ്ങനെ നമ്മൾ ആറിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നവരാണ് നമ്മൾ. നോക്കൂ ഇതിന്റെ പ്രൊനൗൺസിയേഷൻ നോക്കിയേ, ഫാദർ. ഫാദർ. ഇനി മദർ ആണെങ്കിലോ മദർ. ആറിന്റെ ഉച്ചാരണം എന്നാണ്. പക്ഷെ മലയാളികൾ ആറ് കൂടുതലായിട്ട് അങ്ങോട്ട് ഉച്ചരിക്കും. ഫാദർ, മദർ, അങ്ങനെ ഉച്ചരിക്കും. ഇനി വില്ലേജിന്റെ പ്രൊനൗൺസിയേഷൻ എങ്ങനെയാണ്? വില്ലേജിന്റെ പ്രൊനൗൺസിയേഷൻ വില്ലേജ്. ഇനി മാനേജർ, മദർ, ബ്രദർ, സിസ്റ്റർ, ടീച്ചർ. ആൻഡ് ഈ കെയർലെസിന്റെ ഉച്ചാരണം നിങ്ങൾ കേട്ടോ അഥവാ ഞെട്ടിത്തെറിക്കും. കെയർലെസിന്റെ ഉച്ചാരണം ആർക്കെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാമോ? കെയർലെസിന്റെ റൈറ്റ് പ്രൊനൗൺസിയേഷൻ പ്ലീസ്. എനിക്കത് കേൾക്കാൻ ആഗ്രഹമുണ്ട്, അതിയായ ആഗ്രഹമുണ്ട്. കെയർലെസ്, ഹൗ ടു പ്രൊനൗൺസ് റൈറ്റ്ലി. ഈ കെയർലെസിന്റെ ഉച്ചാരണം എനിക്ക് കൃത്യമായിട്ട് അറിയാൻ ആഗ്രഹമുണ്ട്, നിങ്ങളിൽ നിന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. പ്ലീസ് കെയർലെസ് ആർക്കെങ്കിലും അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാമോ? പ്ലീസ് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാമോ? കെയർലെസിന്റെ പ്രൊനൗൺസിയേഷൻ കെയർലിസ് എന്നാണ്. കെയർലിസ്. ഒരിക്കലും കെയർലെസ് അല്ല. നമ്മുടെ ടീച്ചേഴ്സ് പറയുന്നത് എന്താണ്? ആ കുട്ടി ഭയങ്കര കെയർലെസ് ആയിരുന്നു, കുട്ടി ഭയങ്കര കെയർലെസ് എന്നുള്ള പ്രൊനൗൺസിയേഷൻ ഇല്ല. നിങ്ങൾ ഇന്ന് പോയിട്ട്
അഥവാ ഡാനിയൽ ജോൺസിന്റെ ഇംഗ്ലീഷ് പ്രൊനൗൺസിംഗ് ഡിക്ഷണറി നിങ്ങൾക്ക് ഇന്ന് ഓൺലൈനിൽ ഫ്രീ ആയിട്ട് ലഭ്യമാണ്. ഗൂഗിൾ ഫ്രീ ആയിട്ട് നൽകുന്നുണ്ട്. ഈ ഡാനിയൽ ജോൺസിന്റെ ഇംഗ്ലീഷ് പ്രൊനൗൺസിംഗ് ഡിക്ഷണറി ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഉച്ചാരണം ലഭിക്കും. നിങ്ങൾ അവിടെ പോയിട്ട് ഫ്രീ ഉച്ചാരണം ഒന്ന് നിങ്ങൾ ചോദിച്ച് ബ്രിട്ടീഷ് ഉച്ചാരണം ചോദിച്ചാൽ കേലിസ് എന്ന് നിങ്ങൾക്ക് കാണാം. കേലിസ്, കെയർലെസ് അല്ല, കേലിസ്. ഇനി നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായില്ലേ എന്താണ് നമുക്ക് പറ്റിയ അവസ്ഥ, എന്താണ് നമ്മൾ സോൾവ് ചെയ്യേണ്ടത്, എന്താണ് ഇതിനുള്ള സൊല്യൂഷൻ? ഇതാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. മൗത്ത് ജിംനാസ്റ്റിക്സ് എന്ന് പറഞ്ഞു. അതായത് നമ്മുടെ മാതൃഭാഷ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ മൗത്ത് ഓർഗൻസ് ഒരു പ്രത്യേക രൂപത്തിൽ ഉപയോഗിച്ച് ശീലമായി നമ്മൾ ഇംഗ്ലീഷിനും അതേപോലെ തന്നെ ഉപയോഗിക്കുന്നു. ഈ ഉപയോഗം യഥാർത്ഥത്തിൽ ഉപയോഗിക്കാൻ പാടില്ല. ഇംഗ്ലീഷിന്റെ ഈ സിസ്റ്റം വേറെ, മലയാളത്തിന്റെ സിസ്റ്റം വേറെ. ഇത് നമ്മളെ വളരെ നേരത്തെ പരിശീലിപ്പിച്ചിരുന്നുവെങ്കിൽ നമുക്ക് യഥാർത്ഥ പ്രൊനൗൺസിയേഷന്റെ ഉടമകളാകാമായിരുന്നു. പക്ഷേ നമ്മളെ പഠിപ്പിച്ചില്ല. ഞാൻ നിങ്ങളെ മുമ്പിൽ ഞാൻ കൊണ്ടുവരുന്നത്, ഞാൻ എന്റെ ഫോണറ്റിക്സ് ക്ലാസ്സിൽ എന്റെ ലേണേഴ്സിനെ പ്രൊനൗൺസിയേഷൻ ഇംപ്രൂവ് ചെയ്യുന്ന, ആക്സെന്റ് ഇംപ്രൂവ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. നിങ്ങൾക്ക് കുറച്ച് മൗത്ത് ജിംനാസ്റ്റിക്സ് എന്ന് പറഞ്ഞ ശരീരത്തിന് ജിംനേഷ്യം കൊടുക്കുന്നത് പോലെ മൗത്തിന് ജിംനേഷ്യം കൊടുത്താൽ ഈ സാധനം ഓക്കെയാവും. കാരണം നമ്മൾ ഇവിടുത്തെ ഈ മൗത്തിന്റെയും ജോയുടെയൊക്കെ അഥവാ ഈ ഭാഗത്തെ നെർവസ് എല്ലാം സ്റ്റിഫായിരിക്കുകയാണ്, ഭയങ്കര സ്റ്റിഫായിരിക്കുകയാണ്, ഇങ്ങനെ കടുകട്ടിയോടെ ഇരിക്കുകയാണ്. ഇതിനെ ഒന്ന് അയച്ചാൽ, നിരന്തരമായി എക്സസൈസ് ചെയ്ത് ഓക്കെ ആക്കിയാൽ നിങ്ങൾക്ക് ഈ പ്രൊനൗൺസിയേഷൻ ഓക്കെ ആക്കാൻ കഴിയുമെന്ന് ഞാൻ ഗ്യാരണ്ടി നൽകുന്നു. ഒരു ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കാം. അതായത് നിങ്ങൾ കാലത്ത് തന്നെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ചെയ്യേണ്ട ആദ്യത്തെ എക്സസൈസ് ആണ്, പ്രൊനൗൺസിയേഷൻ ഇംപ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ട ഫസ്റ്റ് എക്സസൈസ് ആണ് മേക്ക് യുവർ ഫേസ് ബിഗ്. ഞാൻ യഥാർത്ഥത്തിൽ എല്ലാവരോടും നിങ്ങളുടെ വീഡിയോ ഓൺ ആക്കി, എന്റെ ക്ലാസ്സിൽ അങ്ങനെയാണ്, എന്റെ പാർട്ടിസിപ്പൻസ് മുഴുവൻ വീഡിയോ ഓൺ ആക്കി അവർ ഇതിങ്ങനെ എക്സസൈസ് ചെയ്യുന്നത് കാണാൻ നല്ല രസമാണ്. എന്താണ് മേക്ക് യുവർ ഫേസ് ബിഗ്? നിങ്ങൾ അവിടെ ഇരുന്നു കൊണ്ട് ഒന്ന് ശ്രമിച്ചു നോക്കേ. മേക്ക് യുവർ ഫേസ് ബിഗ്. ഇങ്ങനെ വാ തുറന്ന് എന്നിങ്ങനെ മാക്സിമം ഇങ്ങനെ വാ തുറന്ന് മേക്ക് യുവർ ഫേസ് ബിഗ്, മേക്ക് യുവർ ഫേസ് ബിഗ്. ഇതേപോലെ മേക്ക് യുവർ ഫേസ് സ്മോൾ, മേക്ക് യുവർ ഫേസ് സ്മോൾ, മേക്ക് യുവർ ഫേസ് സ്മോൾ. ഇതേപോലെ ഇങ്ങനെ അപ്പൊ വലുതാക്കുക, ആന്ന് പറഞ്ഞ് വലുതാക്കുക, ഇതേപോലെ ചെറുതാക്കുക, ഇങ്ങനെ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുക. ഇനി നമ്മൾ ഈ ചൂയിങ്കം ഇട്ടുകൊണ്ട് ഇങ്ങനെ, അഥവാ നമ്മളിങ്ങനെ, അഥവാ ഇളക്കുന്നത് പോലെ ചൂയിങ്കം എന്ന ബിഗ് പീസ് ഓഫ് ചൂയിങ്കം ഉപയോഗിച്ചുകൊണ്ട് നാം ഇങ്ങനെ ചവച്ചരക്കുന്നത് പോലെ ഇങ്ങനെ നിരന്തരമായി ചവച്ചരക്കുന്നതാണ് മൂന്നാമത്തെ എക്സസൈസ്. നാലാമത്തെ എക്സസൈസ് അഥവാ ഐബ്രോ, പുരികം അപ്പ് ചെയ്യുക, അതേപോലെ തന്നെ പുരികം ഡൗൺ ചെയ്യുക. ഇനി അഞ്ചാമത്തെ എക്സസൈസ് ആണ് ലിപ് ട്രിൽസ്. എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ പണ്ട് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ കളിക്കുമ്പോഴൊക്കെ ഇങ്ങനെ ബസ്സൊക്കെ ആക്കി കളിക്കില്ല, വാഹനം ഓടിച്ചൊക്കെ ഇങ്ങനെ കളിക്കുന്ന സമയത്ത് നമ്മളെ കുട്ടികൾ ഇപ്പോഴും കാണും ഇങ്ങനെ. നമ്മുടെ ലിപ്പിനെ പ്രാക്ടീസ് കൊടുക്കണം, ലിപ്പിന് നല്ല പ്രാക്ടീസ് കൊടുക്കണം. ഈ 4-5 എക്സസൈസിലൂടെ ഉറപ്പാണ് നിങ്ങൾക്ക് ഈ ന്യൂട്രൽ ആക്സെന്റിന്റെ ഉടമകളാകാൻ കഴിയും. ന്യൂട്രൽ ആക്സെന്റ് എളുപ്പത്തിൽ നിങ്ങൾക്ക് സ്വായത്തമാക്കാൻ കഴിയും. മൂവ്, ലാസ്റ്റ് വൺ ആണ് മൂവ് ജോ. നിങ്ങൾ താടിയല് സൈഡ് ടു സൈഡിലേക്ക് ഇങ്ങനെ, അഥവാ സൈഡ് ടു സൈഡിലേക്ക് നിങ്ങളെ താടിയല് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കണം. ഇതാണ് മൂവ് ജോ, സൈഡ് ടു സൈഡ്. ഇത്രത്തോളം എക്സസൈസിലൂടെ നിങ്ങൾക്ക് ഇത് ഇംഗ്ലീഷ് ആക്സെന്റ് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്: ഇപ്രകാരമുള്ള ഏതെങ്കിലും ഒരു മൗത്ത് ജിംനേഷ്യം നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ? ഒന്ന് പ്ലീസ് കം ടു ചാറ്റ് ബോക്സ്. നിങ്ങൾ പഠിച്ചിരുന്ന സമയത്ത് നിങ്ങളെ പഠിപ്പിച്ച ഇംഗ്ലീഷ് ടീച്ചേഴ്സ് പ്രത്യേകിച്ച് ഇപ്രകാരമുള്ള ഏതെങ്കിലും എക്സസൈസ് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചിരുന്നുവോ ഇല്ലയോ? നോ നോ നോ, യെസ്, താങ്ക് യു, നോ 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 എന്നാണ് പറയുന്നത്. കൃത്യമാണ് അവർ പറയുന്നത്. എനിക്കും കിട്ടിയിരുന്നില്ല. നമ്മൾ പിന്നീട് നമ്മൾ
വിവിധ ആളുകളുടെ പ്രൊഫസേഴ്സിന്റെ കരികിൽ പോയിട്ടാണ് പിന്നീട് നമ്മൾ ഇതൊക്കെ പഠിച്ചത്. നിങ്ങൾക്ക് ഇത് ഇവിടെ സാധ്യമാണ്. വിംബിൾ അക്കാഡമി എന്റെ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് ഇത് ഒരുക്കി വെച്ചിരിക്കുന്നു. ഇവിടെ ലാംഗ്വേജ് ഫ്ലുവന്റ് ആകാൻ നമുക്ക് ഗ്രാമർ എന്നുള്ള പ്രക്രിയയെ അല്ല, വീണ്ടും ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു, ഗ്രാമർ എന്ന് പറഞ്ഞാൽ ഞാൻ കുട്ടികളോട് പറയാറുണ്ട്, ഗ്രാമർ പൊട്ട. ഗ്രാമർ ഈസ് റെലവെന്റ് ഓൺലി ബൈ 1%. ഗ്രാമർ 1% മാത്രമേ റെലവൻസ് ഉള്ളൂ. 99% goes to the practice which makes a man perfect. ഞാൻ നിങ്ങളോട് പറയുന്നു, 99% നിങ്ങൾ ഇപ്രകാരം നിങ്ങളെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിച്ച്, നിങ്ങളെ കൊണ്ട് പൊട്ട ഇംഗ്ലീഷ് പറയിപ്പിച്ച് അത് കറക്റ്റ് ചെയ്തിട്ടാണ് ഞാൻ നിങ്ങളെ റൈറ്റ് പ്രൊനൗൺസിയേഷനും റൈറ്റ് ഫ്ലുവൻസിയും നിങ്ങളെ പഠിപ്പിക്കുന്നത്. നിങ്ങൾക്കറിയാം, വളരെ അപൂർവമേ ഉള്ളൂ. അഥവാ പല ആളുകളും എന്റെ അരികിലേക്ക് ഫോണിറ്റിക്സിന് വേണ്ടി വരുമ്പോ പറയാറുണ്ട്, അഥവാ വളരെ അപൂർവം മാത്രമേ ഇങ്ങനത്തെ കോഴ്സുകൾ നടത്തുന്നുള്ളൂ. നിങ്ങൾക്ക് ഇവിടെ വളരെ ചെറിയ ഒരു എമൗണ്ടിന്, നിങ്ങൾക്കറിയാം, ഞാൻ കൊച്ചിയിൽ ഈ കോഴ്സ് നടത്തുന്നത് 10,000 റുപ്പീസിനാണ് നടത്തുന്നത്. 10-day പ്രോഗ്രാം. ഈ കോഴ്സാണ് നിങ്ങൾക്ക് ഇവിടെ ഇനാഗുറൽ ഓഫറായി വെറും നിങ്ങൾക്ക് 3,000 റുപ്പീസിന് ഈ കോഴ്സ് ഓഫർ ചെയ്തിരിക്കുന്നത്. അതും അലുമിനിക്ക് 2,500 ഒരിക്കൽ പോലും ഇനി ഈ കോഴ്സ് ഈ ചെറിയ എമൗണ്ടിന് നിങ്ങൾക്ക് ലഭിക്കുന്നതേ അല്ല. ദിസ് ഈസ് ഫോർ ദ ഇനാഗുറൽ ഓഫർ. ഞാൻ ആദ്യമായിട്ട് ഈ വേദിയിൽ ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾ ലാംഗ്വേജിനെ ഇങ്ങനെ രസകരമായി പ്രൊനൗൺസിയേഷനിലൂടെ ഇംപ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളെ ഞാൻ വിംബിൾ അക്കാഡമിയുടെ ഈ കോഴ്സിലേക്ക്, ഞാൻ നേരിട്ട് നടത്തുന്ന ഈ കോഴ്സിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇനി 1-2 കാര്യങ്ങൾ കൂടി പറയാൻ ഞാൻ. എങ്ങനെയാണ് ഇംഗ്ലീഷിന് റിതം വരുത്തുന്നത്, താളം വരുത്തുന്നത്? ഉദാഹരണം പറയുകയാണെങ്കിൽ നോക്കൂ, അപ്ലിക്കേഷൻ എന്നുള്ള ഈ വേർഡ്, അപ്ലിക്കേഷൻ എന്നുള്ള വേർഡിനെ APPLI, ഇത് ലോ പിച്ചിലാണ് പറയേണ്ടത്. CA ഹൈ പിച്ചിലും TION ലോ പിച്ചിലും. നോക്കെ ഇതിന്റെ റിതം നോക്കെ, ലോ ഹൈ ലോ. ഇതിനെയാണ് ആർട്ടിക്കുലേഷന്റെ ഒരു ഭാഗമാണിത്. ലോ വോയിസ് മോഡുലേഷൻ. ഓക്കെ, ഇതിന് ഉച്ചാരണം നമ്മളെ പഠിപ്പിച്ചത് എന്താണെന്ന് ഞാൻ പറയട്ടെ. അപ്ലിക്കേഷൻ. അപ്ലിക്കേഷൻ കൊടുത്തോ? നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുത്തോ? അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തോ എന്ന് ചോദിക്കും. അപ്ലിക്കേഷൻ അല്ല, അഥവാ ഡാനിയൽ ജോൺസിന്റെ ഈ പ്രൊനൗൺസിംഗ് ഡിക്ഷണറി പ്രകാരം ഇത് ഉച്ചരിക്കേണ്ടത്, അഥവാ ആപ്ലി എന്നുള്ളത് സ്മോൾ. ഓക്കെ, ആപ്ലിക്കേഷൻ ഇങ്ങനെയാണ് അഥവാ ഡാനിയൽ ജോൺസിന്റെ ഈ ഡിക്ഷണറി പ്രകാരം ഉച്ചരിക്കേണ്ടത്. കാരണം ഇതിന്റെ താളം ലോ ഹൈ ലോ എന്നാണ്. ലോ ഹൈ ലോ, ലോ ഹൈ ലോ, ഇങ്ങനെയാണ് ഇതിന്റെ താളം. ഈ താളം അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ആക്സെന്റ് മാറ്റാൻ കഴിയത്തുള്ളൂ. ഈ താളം പഠിക്കുക എന്നുള്ളതാണ് ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് റെസ്പോൺസിബിലിറ്റി ഓഫ് എ സ്റ്റുഡന്റ്. ഇങ്ങനെ ഇതേപോലെ ഇപ്പൊ അപ്ലൈ എന്നുള്ളത് ഒക്കെ നമ്മൾ എന്താ ചോദിക്കണം? അപ്ലൈ ചെയ്തോ? അപ്ലൈ, അതിലെ എ സൈലന്റ് ആണ്. നോക്കെ, എ വളരെ കുറച്ച് മാത്രം, പകുതി മാത്രം ഉച്ചരിച്ചാൽ മതി. നോക്കെ, പ്ലൈ പ്ലൈ പ്ലൈ. നമ്മൾ എന്താ ഉച്ചരിക്കുന്നത്? അപ്ലൈ. നോക്കെ, ഈ രണ്ടിന് പ്രൊനൗൺസിയേഷൻ വ്യത്യാസം നോക്കെ. പ്ലൈ പ്ലൈ. നമ്മൾ പറയുന്നത് അപ്ലൈ അപ്ലൈ. നമ്മൾ എന്താണോ കൂടുതൽ ഉച്ചരിക്കാൻ പാടില്ലാത്തത് നമ്മൾ അത് കൂടുതൽ ഉച്ചരിക്കും. അങ്ങനെയാണ് ഉച്ചാരണത്തിൽ വൈകല്യം വരുന്നത്. ഇത് കേട്ടിട്ടാണ് നമ്മുടെ മക്കൾ പഠിക്കുന്നതും ഇന്റർവ്യൂവിൽ വരുമ്പോൾ ഉപയോഗിക്കുന്നതും അവർക്ക് ചാൻസ് കിട്ടാത്തതും ഇതുകൊണ്ട് തന്നെയാണ്. ഞാൻ പറയുന്നു, നമ്മുടെ ക്ലാസ്സിൽ നിങ്ങൾക്ക് വേണ്ടി വിഭവങ്ങൾ ഒരുക്കി വെച്ചിരിക്കുകയാണ്, നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും ഒക്കെ വേണ്ടി. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ ഞാൻ ഒരു എക്സസൈസിലൂടെ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു എക്സസൈസ് ശ്രദ്ധിക്കണേ. ഇപ്പൊ നോക്കി, ഇത് നമ്മുടെ കുട്ടികൾ വായിക്കുന്നത് ഇങ്ങനെയായിരിക്കും. ടേക്ക് ബ്രേക്ക്, take a break, I take a break, I wanna take a break, I am taking a break, she is taking a break. നിങ്ങൾക്ക് ഇതിൽ നിന്ന് വ്യത്യസ്തമായി അഭിപ്രായം ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. ഞാൻ അഥവാ നിങ്ങളോട് പറഞ്ഞു, സിസ്റ്റത്തെയാണ് ഞാൻ കുറ്റപ്പെടുത്തുന്നത്. I never find fault with our beloved teachers. I'm sorry, I can't. നമ്മുടെ ടീച്ചേഴ്സിനെ കുറ്റപ്പെടുത്താൻ എനിക്കാവില്ല, because they are our beloved gurus. അവരല്ല. ഐ ഫൈൻഡ് ഫോൾട്ട് വിത്ത് ദ സിസ്റ്റം. ഞാൻ ഈ സിസ്റ്റത്തെയാണ് മൈ ഡിയർ ഫ്രണ്ട്സ് കുറ്റപ്പെടുത്തുന്നത്.
ഐ ഫൈൻഡ് ഫോൾട്ട് വിത്ത് ദ സിസ്റ്റം. നോക്കേ, ഈ സാധനം ഉച്ചരിക്കുന്ന നമ്മളെ കുട്ടികൾ, അതായത് +1-നും +2-നും ഡിഗ്രിക്കും പോസ്റ്റ് ഗ്രാജുവേഷനും ഒക്കെ കഴിഞ്ഞ ടീച്ചേഴ്സും മറ്റുമൊക്കെ ഉച്ചരിക്കുന്ന രീതിയാണ് ഞാൻ നേരത്തെ കാണിച്ചത്. ഇതിന്റെ ഉച്ചാരണം നിങ്ങൾക്ക് നോക്കേ, അഥവാ റിതം അനുസരിച്ച് എങ്ങനെ ഉച്ചരിക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. ഒന്ന് നോക്കിയേ, നിങ്ങൾ ആ വ്യത്യാസം ഒന്ന് നോക്കേ, ശ്രദ്ധിക്കേ. Take break. Take a break. I'll take a break. I want to take a break. I'm taking a break. She's taking a break. ഇത് നമ്മൾ ഉച്ചരിക്കുമ്പോൾ ഈ സ്പീഡും വരില്ല, കാരണം നമ്മൾ സ്പീഡ് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചിട്ടില്ല. എന്താണ് ടേക്ക് ബ്രേക്ക്? അവിടെ ആവശ്യമില്ലാത്തടത്തൊക്കെ ഊന്നൽ കൊടുക്കും. ടേക്ക് ബ്രേക്ക്, ടേക്ക് എ ബ്രേക്ക്. ഇതിനെ നോക്കി ഉച്ചാരണം നോക്കി. ടേക്ക് ബ്രേക്ക്, ടേക്ക് ബ്രേക്ക്. ഐ ടേക്ക് എ ബ്രേക്ക്. ഐ വാണ്ട് ടു ടേക്ക് എ ബ്രേക്ക്. ഐ ആം ടേക്കിംഗ് എ ബ്രേക്ക്. ഷീസ് ടേക്കിംഗ് എ ബ്രേക്ക്. കണ്ടോ, നമ്മൾ ഷീ ഈസ് ടേക്കിംഗ് എ ബ്രേക്ക്. മൈ ഡിയർ ഫ്രണ്ട്സ്, ഈ ഒരു അവസ്ഥാവിശേഷം നേരിട്ട് അനുഭവപ്പെട്ടത് കൊണ്ടാണ്, ഇന്റർവ്യൂവിലും മറ്റുമൊക്കെ നേരിട്ട് അനുഭവപ്പെട്ടത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഞാൻ സംസാരിക്കുന്നത്, ഇങ്ങനെ സംസാരിക്കേണ്ടി വരുന്നത്. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. അതുകൊണ്ട് മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ കോഴ്സിൽ ഇതിനേക്കുള്ള സൊല്യൂഷനാണ് നമ്മൾ ഒരുക്കി വെച്ചിരിക്കുന്നത്. നമ്മുടെ കോഴ്സിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഇതിന്റെ സൊല്യൂഷൻസിന് വേണ്ടി നമുക്ക് ഒരുപാട് കാര്യം. ഇനി മറ്റൊരു ഉച്ചാരണം ഞാൻ കാണിച്ചു തരാം. ഒരു നോക്കേ, നമ്മുടെ കുട്ടികൾ ഈ ഇതനുസരിച്ച് കൊണ്ട് ഈ റെഡ് ലൈനിലുള്ളത് മാത്രമേ ഹൈ പിച്ച് കൊടുക്കണം, ബ്ലാക്കിലുള്ളത് ലോ പിച്ച് കൊടുക്കണം. ഇതെങ്ങനെ ഉച്ചരിക്കേണ്ടത് നമ്മുടെ കുട്ടികൾ ഉച്ചരിക്കുന്നത് നമുക്ക് കാണിച്ചു തരാം, നമ്മുടെ ആളുകൾ ഉച്ചരിക്കുന്നത് കാണിച്ചു തരാം. ഓ, വാട്ട് എ ഗ്രേറ്റ് ഡേ. ടുഡേ ഈസ് ദ മോസ്റ്റ് വണ്ടർഫുൾ ഡേ ഇൻ മൈ ലൈഫ്. കഴിഞ്ഞു. ഇതിൽ എന്താ സംഭവിച്ചത്? ഇതില് കറക്റ്റ് അഥവാ സ്ട്രെസ് വന്നില്ല. പ്രൈമറി സ്ട്രെസ് എവിടെയാണെന്ന് അറിയില്ല, സെക്കൻഡറി സ്ട്രെസ് എവിടെയാണെന്ന് അറിയില്ല, സെന്റൻസ് പിച്ച് എവിടെയാണെന്ന് അറിയില്ല, അഥവാ സെന്റൻസിന് എവിടെയാണ് ഊന്നൽ കൊടുക്കേണ്ടതെന്ന് അറിയില്ല. അങ്ങനെ ഉച്ചരിച്ചിരിക്കുന്നു. പിന്നെ അത് മാത്രമല്ല, വാക്കുകളുടെ പ്രൊനൗൺസിയേഷൻ, ഉച്ചാരണവും കൃത്യമായി പഠിച്ചിട്ടില്ല. ആ കുട്ടികളാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉച്ചരിക്കുന്നത്. ഇത് പഠിച്ച കുട്ടികൾ, നമ്മുടെ കുട്ടികൾ എങ്ങനെ ഉച്ചരിക്കുമെന്ന് ഞാൻ കാണിച്ചു തരാം. ഒന്ന് ശ്രദ്ധിക്കൂ മൈ ഡിയർ ഫ്രണ്ട്സ്, പ്ലീസ് ലിസൺ. എന്നെ ശ്രദ്ധിക്കൂ പ്ലീസ്. Wow, what a great day. Today is most wonderful day in my life. നോക്കേ, ടുഡേ എന്നുള്ളതിന്റെ പ്രൊനൗൺസിയേഷൻ നമ്മളെല്ലാവരും ടുഡേ എന്നാണ്. ടുഡേ കണ്ടാ, ടുഡേ. Great, great, great. Oh, what a great day. Today is the most wonderful day in my life. D ആണ് ശരിക്കും, ഡേ എന്നല്ല പ്രൊനൗൺസിയേഷൻ, ഡി. ഇത് പ്രൊനൗൺസിയേഷൻ, ഈ പ്രൊനൗൺസിയേഷൻ ആക്യുറേറ്റ് ആകണമെങ്കിൽ, ഈ പ്രൊനൗൺസിയേഷൻ ഓക്കെ ആകണമെങ്കിൽ, മൈ ഡിയർ ഫ്രണ്ട്സ്, ഐ വുഡ് സേ, ഞാൻ നിങ്ങളോട് പറയുന്നു, പ്രൊനൗൺസിയേഷൻ രീതി മാറ്റിമറിച്ചേ പറ്റൂ. നമ്മളെ ക്ലാസ്സുകളിൽ ടീച്ചേഴ്സ് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ അവർ റൈറ്റ് പ്രൊനൗൺസിയേഷൻ നിരന്തരമായി ഉപയോഗിക്കുമ്പോൾ തീർച്ചയായും കുട്ടികൾ അത് കേട്ടു പഠിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മുടെ സ്റ്റുഡൻസ് നമ്മുടെ ക്ലാസ് കഴിയുമ്പോഴേക്കും അവർ ഈ പ്രൊനൗൺസിയേഷന്റെ രീതി മാറ്റുന്നത് നമുക്ക് കാണാൻ കഴിയും. എനിക്ക് ഒരുപാട് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. നമ്മുടെ മക്കളിൽ വരുന്ന മാറ്റം, നമ്മുടെ പാർട്ടിസിപ്പൻസിൽ വരുന്ന മാറ്റം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി വേറൊരു ഉച്ചാരണം ഞാൻ നിങ്ങളെ ഒന്നുകൂടി കാണിച്ചു തരാം. ഇത് നോക്കിയേ, അബ്നോർമൽ. നമ്മൾ ഈ വേർഡിനെ നമ്മൾ നോക്കി, ഈ കാണിച്ചിരിക്കുന്ന വാക്കുകളൊക്കെ തെറ്റായിട്ടാണ് ഉച്ചരിക്കണം. ഞാൻ അങ്ങനത്തെ വാക്കുകൾ എടുത്തിരിക്കുന്നത്. അബ്നോർമൽ എന്നാണ് നമ്മൾ പറയുക, അബ്നോർമൽ അല്ല. എബ്നോർമൽ, എബ്നോർമൽ. എക്ഡമിക് നമ്മൾ അക്കാഡമിക് എന്ന് പറയും. എക്ഡമിക്. എഡ്ജക്റ്റീവ്, എഡ്ജസ്റ്റ്, എഡൽട്ട്, ബിസ്കിറ്റ്, ബുക്കേ. നമ്മൾ എന്താ പറയാ? ബൊക്കെ. എടാ ഒരു ബൊക്കെ വാങ്ങിച്ചു കൊടുക്കുക. ബൊക്കെ അല്ല, ബുക്കേ. ബുഫേ നമ്മൾ പറയും, ബൊഫേ ആയിരുന്നു, ബൊഫേ, ബൊഫേ പാർട്ടി, ബുഫേ. കേലിസ്. ഇനി ചാലഞ്ച്, ചാലഞ്ച്. നോക്കിയേ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇതെല്ലാം ഇങ്ങനെയുള്ള നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വാക്കുകൾ പോലും റോങ് ആയിട്ട് ഉപയോഗിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. മൈ ഡിയർ ഫ്രണ്ട്സ്, എന്താണ് ഇതിന്റെ സൊല്യൂഷൻ? ഇനി നമ്മൾ ചോദ്യം ചോദിക്കുന്ന രീതി, വാട്ട് ഈസ് യുവർ നെയിം? ഇതിന്റെ പ്രൊനൗൺസിയേഷൻ രീതി ഞാൻ മലയാളത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നോക്കേ, വാട്ട്സ് യുവർ നെയിം? വാട്ട്സ് യുവർ നെയിം? മൈ ഡിയർ ഫ്രണ്ട്സ്, ഇങ്ങനെ നോക്കി ഇതിന് ഉച്ചാരണം നോക്കി. ഇംഗ്ലീഷ് പ്രൊനൗൺസിയേഷന്റെ അൽഫബറ്റ് ഉപയോഗിച്ചാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത്. കണ്ട, UK പ്രൊനൗൺസിയേഷൻ, US പ്രൊനൗൺസിയേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് തരം തിരിച്ചിട്ടാണ് ഞാൻ ഇത് പ്രൊനൗൺസിയേഷൻ പഠിപ്പിക്കുന്നത് മക്കളെ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് തീർച്ചയായും കിടക്കുന്നത് ഫോണിറ്റിക്സിലാണ്, ഉച്ചാരണത്തിലാണ്, 44 ശബ്ദത്തിലാണ്. ഈ 44 ശബ്ദം
നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ ആദ്യം തന്നെ ലിസണിങ് പഠിക്കണം, അതിനുശേഷം അത് മനസ്സിലാക്കണം, പിന്നീട് നിങ്ങൾ സംസാരിക്കണം, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ട്രെയിനിങ് ലഭിക്കണം. ഇതാണ് ഞാൻ ഉണ്ടാക്കിയ ഫോർമുല. ലസ്റ്റ് എന്ന് പറയും. എന്താണ് ലസ്റ്റ്? L for listen. നിരന്തരമായി കേൾക്കണം, അത് മനസ്സിലാക്കണം. പ്രൊനൗൺസിയേഷന്റെ 44 ശബ്ദം പഠിച്ചാലേ മനസ്സിലാകൂ. എന്നിട്ട് നിങ്ങളെ അതേപോലെ ഉച്ചരിപ്പിക്കണം. ഉച്ചരിപ്പിച്ച് കഴിയുമ്പോൾ മിസ്റ്റേക്സ് വരുത്തും, അതിനെ ഞാൻ കറക്റ്റ് ചെയ്യും, ട്രെയിനിങ് ലഭിക്കും. ഈ ലസ്റ്റ് എന്ന ഈ സിദ്ധാന്തമാണ്, ഈ ഫോർമുലയാണ് ഞാൻ നിങ്ങളെ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് മൈ ഡിയർ ഫ്രണ്ട്സ്, ഈ മാജിക് ഓഫ് 44 സൗണ്ട്, 44 ശബ്ദങ്ങളുടെ ഈ മാജിക്, 44 ശബ്ദങ്ങളുടെ ഈ രഹസ്യം പഠിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, 44 ശബ്ദങ്ങളുടെ ഈ രഹസ്യം പഠിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങളെ ഞാൻ വിംബിൾ അക്കാദമിയുടെ ഈ എന്റെ ഈ ഫ്ലുവൻസി ആൻഡ് ആക്സെന്റ് കോഴ്സിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു, ഹാർദവമായി ക്ഷണിക്കുന്നു. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളോട് നിങ്ങൾക്ക് യോജിക്കാൻ കഴിയുന്നുവെങ്കിൽ, അഥവാ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണ് എന്ന് നിങ്ങൾ അടിവരയിട്ട് പറഞ്ഞത് കൊണ്ടും, നിങ്ങളോടുള്ള സന്തോഷം, നിങ്ങളോടുള്ള ഇഷ്ടം, നിങ്ങളോടുള്ള സ്നേഹം, ഞാൻ ഒന്നുകൂടി നിങ്ങളോടുള്ള സ്നേഹം വെളിപ്പെടുത്തുകയാണ്, ഷെയർ ചെയ്യുകയാണ്, പങ്കുവെക്കുകയാണ്. മൈ ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് ഇതിനൊരു സൊല്യൂഷൻ നമ്മൾ വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് കാണേണ്ടതുണ്ട്. നോക്കൂ, ഇവിടെ ഞാൻ നിങ്ങൾക്ക് അവസാനമായി ഒരു റഫറൻസ് കൂടി തരുന്നുണ്ട്. റഫറൻസ്, ഞാൻ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന റഫറൻസ് എന്ന് പറയുന്നത് ഈ റഫറൻസസ് ആണ്. ഈ റഫറൻസസ് ഏതാണ്? അഡ്വാൻസ് ലേണേഴ്സ് ഓക്സ്ഫോർഡ് ഡിക്ഷണറി, പ്രൊനൗൺസിംഗ് ഡിക്ഷണറി ബൈ ഡോക്ടർ ഡാനിയൽ ജോൺസ്, സ്റ്റൈലിഷ് ഇംഗ്ലീഷ് ബൈ ഡോക്ടർ ബി ഹോൺബി, 20th സെഞ്ച്വറി ഇംഗ്ലീഷ് ലാംഗ്വേജ് ഡിക്ഷണറി. ഈ 4 പുസ്തകങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മൈ ഡിയർ ഫ്രണ്ട്സ്, ഈ കോഴ്സ് ആസ്വദിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഈ കോഴ്സിനെ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങളെ ഞാൻ വിംബിൾ അക്കാദമിയുടെ എന്റെ സ്റ്റൈലിഷ് ആൻഡ് ഫ്ലുവൻസി കോഴ്സിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു. ഇതോടുകൂടി ഞാൻ എന്റെ ഈ സെഷൻ താൽക്കാലികമായി വൈൻഡ് അപ്പ് ചെയ്യുന്നു. I am very much thankful to everyone. എന്നെ ശ്രവിച്ച എല്ലാവർക്കും I thank you very much, my dear friends. From the bottom of my heart, gratitude to everyone. Especially വീഡിയോ ഓൺ ചെയ്ത് വളരെ ആക്റ്റീവായിട്ടിരുന്ന എല്ലാവർക്കും ഒരു പ്രത്യേകമായ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് സ്പെഷ്യലി I submit for that. നിങ്ങൾക്ക് ഈ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായി ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. ഇനി ചോദ്യം ചോദിക്കാൻ അല്ലാതെ ആഗ്രഹിക്കുന്നവർക്ക് ചാറ്റ് ബോക്സിലൂടെ ചോദ്യം ചോദിക്കാം. പ്ലീസ്. താങ്ക്സ്. ഒരുപാട് പേര് നന്ദി അറിയിക്കുന്നുണ്ട്. അവരെല്ലാം നല്ല ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരാണ്. നന്ദി പറയുന്നവർക്കൊക്കെ നല്ല ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരാണ്. അവർക്ക് പ്രത്യേകമായ ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട് വീണ്ടും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുന്നു. ഗ്രാറ്റിറ്റ്യൂഡ് പറയുക എന്ന് പറയുന്നത് തന്നെ ഒരു പോസിറ്റീവ് പേഴ്സണാലിറ്റിയുടെ ഒരു ഗുണമാണ്. നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ നിന്നുള്ളവരെല്ലാം കൃത്യമായിട്ട് അത് അറിയിക്കാറുണ്ട്. അതുകൊണ്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിന് അങ്ങനെ ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. ഒരു സൈക്കോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് കൂടി ഉള്ളത് കൊണ്ട് പ്രത്യേകിച്ച് ആ ഗ്രാറ്റിറ്റ്യൂഡും സ്നേഹവും എല്ലാം പ്രത്യേകിച്ച് കിട്ടാറുണ്ട്. താങ്ക്സ്. വാട്ട്സ് യുവർ ഫീസ്? അഥവാ സർ അബ്ദുള്ള സർ ഫീസ് ചോദിച്ചിരുന്നു. ഞാൻ ഫീസ് ഒന്നുകൂടി പറയാം എല്ലാവർക്കും വേണ്ടി. ഈ ഫീ 3000 രൂപയാണ്. 3000 rupees ആണ് ഫീ. അഥവാ ഇതിലെ ഈ വിംബിൾ അക്കാഡമിയുടെ ഏതെങ്കിലും ഒരു കോഴ്സ് ചെയ്ത ഏതെങ്കിലും ഒരു അലുമിനി മെമ്പർ ഗ്രൂപ്പിൽ ഉണ്ടെങ്കിൽ അവർക്ക് 2500 ആണ് കോഴ്സ് ഫീ. നിങ്ങൾ അലുമിനിക്ക് 2500, അല്ലാത്തവർക്ക് 3000 rupees ആണ്. ഇതിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 1 മാസം എന്റെ നേരിട്ടുള്ള ക്ലാസ്സും പിന്നെ 1 മാസം പ്രാക്ടീസുമാണ്, വാട്സപ്പ് പ്രാക്ടീസുമാണ്. ഈ 1 മാസത്തിനുള്ളിൽ തന്നെ നിങ്ങളെ ഞാൻ ഫ്ലുവന്റ് ആക്കിയിരിക്കും. ഒരു കാര്യം കൂടി ഞാൻ പറയാം നിങ്ങളോട്.
ഇത് പ്രൊനൗൺസിയേഷന്റെ ബേസിക്സ് മാത്രമേ ഈ കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. എന്ന് വെച്ചാൽ അത്യാവശ്യം നിങ്ങളെ പ്രൊനൗൺസിയേഷൻ ഇംപ്രൂവ് ആക്കാവുന്ന വിധത്തിലാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ ഇനി ദൈവത്തിന്റെ ഗോഡ് വില്ലിംഗ് അടുത്ത ബാച്ച് മുതൽ ഇതെല്ലാം സെപ്പറേറ്റ് കോഴ്സുകളായിരിക്കും. അതുമാത്രമല്ല, ഈ ചെറിയ ഒരു തുകയ്ക്ക് ഇനി ഒരിക്കലും നിങ്ങൾക്ക് ഈ കോഴ്സ് ലഭ്യമല്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളവർ ഇപ്പോൾ ജോയിൻ ചെയ്യാം. നിങ്ങൾക്കറിയാം, വിംബിൾ അക്കാഡമിയുടെ ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഫോൺ നമ്പറിലേക്ക് നിങ്ങൾക്ക് ഫോൺ ചെയ്താൽ അല്ലെങ്കിൽ ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് ഇത് ലഭ്യമാണ്. ഇനി ആർക്കെങ്കിലും ഫോൺ നമ്പർ അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പോ ചാറ്റ് ബോക്സിലേക്ക് ചോദിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഫോൺ നമ്പർ പറഞ്ഞു തരാം. ഫോൺ നമ്പർ അറിയാൻ ആഗ്രഹം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അഥവാ ഞാൻ ഫോൺ നമ്പർ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അഥവാ ഫോൺ നമ്പർ വേണമെന്നുള്ളവർ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. 8089742399. ഒന്നുകൂടി 8089742399. മറ്റൊരു ഫോൺ നമ്പർ കൂടി ഉണ്ട്, 8089662388. ഇതാണ് വിംബിൾ അക്കാഡമിയുടെ 2 ഫോൺ നമ്പർ. സാർ ചോദിച്ചു എന്ന് തുടങ്ങുമെന്ന്. നെക്സ്റ്റ് ഗോഡ് വില്ലിംഗ് നെക്സ്റ്റ് മൺഡേ അടുത്ത തിങ്കളാഴ്ചയാണ് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നത്. അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ വീണ്ടും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ മെമ്പർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള സംശയം ഇനിയുമുണ്ടെങ്കിൽ തീർത്തു തരാം. നേരിട്ട് നിങ്ങൾക്ക് എന്നോട് വിളിക്കാം. ആ നമ്പറിലൂടെ ആ ഗ്രൂപ്പിൽ ഞാൻ ഉണ്ട്. ആ ഗ്രൂപ്പിൽ നിങ്ങളോട് നേരിട്ട് ഇനിയും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർത്തു തരാം. ഇനി ഇതിന്റെ മൊഡ്യൂൾസിനെ കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിലും ഞാൻ പറഞ്ഞു തരാം. എങ്ങനെയാണ് ക്ലാസ് എടുക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള എന്റെ ഒരുപാട് വീഡിയോസ് ലഭ്യമാണ്. അതിന്റെ ലിങ്ക് തരാം. നിങ്ങൾക്ക് പൂർണ്ണമായും സാറ്റിസ്ഫൈഡ് ആയതിനു ശേഷം നിങ്ങൾ ജോയിൻ ചെയ്താൽ മതിയാകും. മൈ ഡിയർ ഫ്രണ്ട്സ്, ഇനി ആർക്കെങ്കിലും സംശയമുണ്ടോ? Thank you, Shiba ma'am. Thank you, Shiba ma'am, very much. From the bottom of my heart. Gratitude. So let's wind up. അങ്ങനെ ആർക്കും ഒരു സംശയവും ഒന്നും ഇല്ലാത്തത് കൊണ്ടും ഞാൻ ഈ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. Thank you very much for once again. Very many thanks.